الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് മതപരമായ അറിവിന് അവർ വളരെയധികം പ്രാധാന്യം നൽകുമെന്നുള്ളത്. എന്നാൽ ബിദ്അത്തിന്റെയും കക്ഷിത്വത്തിന്റെയും ആളുകൾ അവരും ദീനി വിജ്ഞാന മേഖലകളിൽ നിന്നും ജനങ്ങളെ അകറ്റുന്നവരും ദീനി വിജ്ഞാനത്തിന് വേണ്ടത്ര ശ്രദ്ധ കാണിക്കാത്തവരുമാണ്. ഇത് അഹ്ലുസുന്നത്തിന്റെയും അഹ്ലുൽ ബിദ്അത്തിന്റെയും വ്യക്തമായ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതിൽ തന്നെ സഹോദരങ്ങളെ, ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതും നാം ആദ്യം പഠിക്കേണ്ടതുമായ തൗഹീദി വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുക്കുക, അത് അഹ്ലുസുന്നത്തിന്റെ മാത്രം അടയാളമാണ്. എന്നാൽ ബിദ്അത്തിന്റെ ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവർ ഒരിക്കലും തന്നെ തൗഹീദിന്റെയും സുന്നത്തിന്റെയും അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടത്ര ഉത്സാഹം കാണിക്കുകയില്ല. മറിച്ച് അവരുടെ എപ്പോഴുമുള്ള അടയാളവും അവരുടെ ദഅവത്ത് എന്ന പേരിൽ അവർ പ്രചരിപ്പിക്കുന്നതും മിക്ക സമയങ്ങളിലും സമകാലികമായി നടക്കുന്ന ചർച്ചകളും അതിൽ അഭിപ്രായം പറയലുകളും ആളുകൾക്ക് വേണ്ട രൂപത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കലും ഒക്കെയാണ്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പഠിച്ച സ്വഹാബത്തിന്റെ അതേ മാതൃകയിൽ ഖിയാമത്ത് നാൾ വരെ അവർ ആദ്യം പ്രാധാന്യം കൊടുക്കുക തൗഹീദിന്റെ പഠനവും അതിന്റെ പ്രചരിപ്പിക്കലിനുമുള്ള ശ്രദ്ധയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനും അതിലായി മരണപ്പെടാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കിതാബ് തൗഹീദിൽ അടുത്ത അധ്യായം ബാബു മൻ ജഹദ ശൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത്. നമുക്കറിയാം, കിതാബ് തൗഹീദിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തൗഹീദുൽ ഇബാദയാണ്, തൗഹീദുൽ ഉലൂഹിയ. നമുക്കറിയാം, തൗഹീദ് ആമുഖത്തിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഖുർആനിലും സുന്നത്തിലും തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസമാണ് അതിലൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക. 2 തൗഹീദുൽ ഉലൂഹിയ, ആ റബ്ബായ അല്ലാഹു തആല മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ, അവന് മാത്രമേ ഇബാദത്തുകൾ അഖിലവും അർപ്പിക്കാൻ പാടുള്ളൂ എന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് തൗഹീദു അൽ ഉലൂഹിയ. 3-ാമത്തേത് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ ഉന്നതമായ നാമങ്ങളെക്കുറിച്ചും മഹത്തായ വിശേഷങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഭാഗമാണ്. കിതാബു തൗഹീദ് അത് മുഴുവൻ ഉൾക്കൊള്ളുന്നത് പ്രധാനമായും തൗഹീദുൽ ഉലൂഹിയെ മാത്രമാണ്. ആരാധനകൾ, ഇബാദത്തുകൾ അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഈ അധ്യായത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ നാമങ്ങളെക്കുറിച്ചും വിശേഷണങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള പഠനമാണ്. അത് ആരാണ് നിഷേധിക്കുന്നത്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും അദ്ദേഹം ഇത് ചർച്ച ചെയ്തിട്ടുള്ളത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് പറയുന്നത് തൗഹീദുൽ ഉലൂഹിയയുടെ അനിവാര്യമായ കാര്യത്തിൽപ്പെട്ടതാണ്. ഒരാൾ തൗഹീദുൽ ഉലൂഹിയ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിനെ മാത്രമേ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ, തീർച്ചയായും അവന്റെ റബ്ബിന് പൂർണ്ണമായ സിഫാത്തുകളുണ്ട്, വിശേഷണങ്ങളുണ്ട് എന്ന കാര്യം സ്ഥിരപ്പെടുത്തുന്നവനായിരിക്കും. കാരണം അവൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബ് ഒന്നുമില്ലാത്ത അദമല്ല. അവൻ ഇബാദത്ത് ചെയ്യുന്ന റബ്ബ്, അവന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവർ അള്ളാഹുവിനാണ് ആരാധിക്കുന്നതെങ്കിലും ഇന്നഹും യഅ്ബുദൂന അദമ, അവർ ശൂന്യത ആരാധിക്കുന്നവരാണ്. കാരണം അവർ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ മുഴുവൻ നിഷേധിക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അള്ളാഹുവിന് മുഖമുണ്ടെന്ന് അറിയിച്ചാൽ അവരത് വിശ്വസിക്കുകയില്ല. മറ്റു പല വ്യാഖ്യാനങ്ങൾ അവർ അതിന് നൽകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഉദ്ദേശിക്കുന്നത്, മുഖം എന്ന് പറയുന്നത് ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കും.
അള്ളാഹുവിന് കൈയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അറിയിച്ചാലും അത് അള്ളാഹുവിന്റെ ശക്തി അറിയിക്കുന്നതാണ്, അതല്ലെങ്കിൽ അധികാരത്തെ അറിയിക്കുന്നതാണ് എന്ന് പറഞ്ഞ് അതിന് നിഷേധിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹു തആലയ്ക്ക് എന്തെല്ലാം സിഫത്തുകളുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തെല്ലാം വിശേഷണങ്ങളുണ്ടോ അതെല്ലാം നിഷേധിച്ച് തള്ളുന്ന ആളുകൾ, അവരെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നഹും യഅ്ബുദൂന അദമൻ, അവർ ശൂന്യതയാണ് ആരാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉന്നതമായ വിശേഷണങ്ങൾ ഇല്ലാതെ പോകുക എന്നുള്ളത് ഒരു അശക്തിയാണ്, ഒരു കുറവാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കളെ, വിഗ്രഹങ്ങളെയും മറ്റും അതിനെ കുറവാക്കി പറയുന്ന സമയത്ത്, അതിന്റെ കുറവുകൾ എടുത്തു പറയുന്ന സമയത്ത് അവർക്ക് ഉന്നതമായ വിശേഷണങ്ങളില്ല എന്നത് തന്നെ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. സൂറത്തുൽ അറാഫിൽ 194-195 ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല പറയുന്നു, മക്ക മുശ്രിക്കുകളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അത് ഇന്നുമുള്ള ആളുകൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുശ്രിക്കുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതായിക്കൊണ്ട് ചിന്തിക്കാൻ വകയായിക്കൊണ്ട് പറയുന്നതാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകൾ മാത്രമാണ്. ഇബാദുൻ അംസാലുക്കും, ആർക്കാണ് അറിയാത്തത്? ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വസ്തുക്കൾ അതൊരു പടപ്പാണ്, ഇബാദാണ്, അടിമയാണ് എന്നാർക്കാണ് അറിയാത്തത്? എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഫദ്ഊഹും ഫല്യസ്തജീബു ലക്കും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അവരോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അവർ സഹായം ചെയ്യുകയും ചെയ്യട്ടെ, ഉത്തരം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് അല്ലാഹു തആല പരിഹാസ രൂപേണ അവരോട് പറയുകയാണ്. അതായത് അവർ കേൾക്കാൻ സാധിക്കുകയില്ല. ഈ വിഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കുറവായി അല്ലാഹു തആല പറയുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. അവർ കേൾവിയില്ല എന്ന് പറയുന്നത് ന്യൂനതയാണ്. വിഗ്രഹങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയില്ല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാനും സാധിക്കുകയില്ല, അത് ന്യൂനതയാണ്. സംസാരിക്കുകയില്ല എന്ന് പറയുന്നത് ന്യൂനതയാണ്, അവർക്കൊന്നും സംസാരിക്കാൻ സാധിക്കുകയില്ല, അത് ന്യൂനതയായിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നീട് ചോദിക്കുന്നു, അലഹും അർജുലുൻ യംശൂന ബിഹാ, അവർക്ക് കാലുകളുണ്ടോ നടക്കാനായിട്ട്? അം ലഹും ഐദിൻ യബ്തിശൂന ബിഹാ, അവർക്ക് കൈകളുണ്ടോ അതുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നവ? അം ലഹും അഅ്യുനുൻ യുബ്സിറൂന ബിഹാ, അവർക്ക് നയനങ്ങളുണ്ടോ അതുകൊണ്ട് കാണാനായിട്ട്? അം ലഹും ആദാനുൻ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ടോ അതുകൊണ്ട് കേൾക്കാനായിട്ട്? ഇതൊന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങൾക്ക്, ഈ പറയുന്ന വസ്തുക്കൾക്കൊന്നും തന്നെ ഇങ്ങനെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലാത്ത വസ്തുക്കളാണത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഖുൽ ഇദ്ഉ ശുറകാഅകും സുമ്മ കീദൂനി ഫലാ തുൻദിറൂൻ, നിങ്ങളിതാ നിങ്ങളുടെ പങ്കാളികളൊക്കെ വിളിച്ചുകൊള്ളൂ, എന്നിട്ട് എനിക്കെതിരെ തന്ത്രം പ്രയോഗിച്ചുകൊള്ളൂ, ഞാൻ നിങ്ങൾക്ക് ഇട നൽകുന്നതാണ്. ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. ഈ ഒന്നിനും കൊള്ളാത്ത, കേൾക്കാനോ സംസാരിക്കാനോ എന്തെങ്കിലും ഒരു വസ്തുവിനെ പിടിക്കാനോ എന്തെങ്കിലും ഒരു വസ്തു അതിന്മേൽ ഇരുന്നാൽ അതിനൊന്ന് അകറ്റാനോ ഒന്നിനും സാധിക്കാത്ത ഈ ദുർബലരായ അശക്തരായ വസ്തുക്കളെയാണല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് അല്ലാഹു തആല അവരെ ആക്ഷേപിച്ച് പറയുമ്പോൾ അവർക്ക് ഉന്നതമായ ഗുണങ്ങളില്ലാത്തത് എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തൗഹീദുൽ ഉലൂഹിയയുടെ ഭാഗം തന്നെയാണ്, അഥവാ തൗഹീദുൽ ഇബാദ, ഇബാദത്തുകൾ അല്ലാഹുവിന് അർപ്പിക്കുക എന്നതിന്റെ ഭാഗം തന്നെയാണ് ആ റബ്ബിന് ഉന്നതമായ വിശേഷണങ്ങൾ ഉണ്ട് എന്ന് വകവെച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന വിശേഷണങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ അറിയിച്ചു തന്ന വിശേഷണങ്ങൾ, അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളത് അത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. ഒരാളും അവൻ അഹങ്കാരം കാണിച്ചുകൊണ്ട് അതിൽ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് അവന് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, അല്ലാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചിട്ടുണ്ട്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അല്ലാഹു മൂസയോട് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല, അല്ലാഹു സംസാരിച്ചിട്ടില്ല. സംസാരിക്കുക എന്നുള്ളത് അല്ലാഹു യോജിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞതിനെ നിഷേധിക്കുക അതൊരുവന് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ ഒരുവൻ പറയുകയാണ്, ഇറങ്ങി വരിക എന്ന് പറയുന്നതൊന്നും അത് അല്ലാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങി വരിക എന്ന് പറയണം എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു തന്നതിന്
അവനവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിഷേധിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതല്ലെങ്കിൽ സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി കൃത്യമായി പറഞ്ഞു തന്നാൽ അതിനേക്കാളും വിവേകമുള്ളവരാണ് പിൻഗാമികൾ എന്ന ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിന്റെ ഫഹ്മിനെ തിരുത്തുക, അതല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ അതിനെ തഹരീഫ് ചെയ്യാതെ, മാറ്റത്തിരുത്തലുകൾ വരുത്താതെ, അതിനുപോലെ മറ്റൊന്നുണ്ട് എന്ന് പറയാതെ, അതിനെ സാദൃശ്യപ്പെടുത്തുന്ന ഒരു രൂപം പറയാതെ, അത് ഇന്നതുപോലെയാണ് എന്നത് പറയാതെ, അതിനെ നിഷേധിക്കാതെ അള്ളാഹു എങ്ങനെയാണോ അറിയിച്ചു തന്നത് അതുപോലെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. വിശേഷണങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ അസ്മാഉകളും. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്. ഈ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം മനുഷ്യരെ പോലെ പ്രത്യേകം അർത്ഥമില്ലാത്ത നാമങ്ങളല്ല. അള്ളാഹുവിന്റെ ഏതൊരു നാമത്തിനും ആ നാമത്തിന് അള്ളാഹുവിന് കൃത്യമായ വിശേഷണങ്ങൾ ഉണ്ടായിരിക്കും. അള്ളാഹു അർ റഹ്മാൻ ആണെന്ന് പറഞ്ഞാൽ ആ നാമത്തിന് പ്രത്യേകം അർത്ഥമില്ലാത്ത ഒരു പേരല്ല. മറിച്ച് റഹ്മത്ത് എന്ന് പറയുന്ന, കാരുണ്യം എന്ന് പറയുന്ന സിഫത്ത്, വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അള്ളാഹു അസ്സമീ ആണെന്ന് പറഞ്ഞാൽ സം എന്ന വിശേഷണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. കേൾവി എന്നുള്ള വിശേഷണം അള്ളാഹു തആല സമീ ആണ്, കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിലുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഈ അധ്യായത്തിൽ അദ്ദേഹം തലക്കെട്ട് കൊടുത്തത് ബാബു മൻ ജഹദ ശൈഅൻ മിനൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു കാര്യം നിഷേധിക്കുന്നവനെ കുറിച്ച് എന്നാണ്. അതായത് അങ്ങനെ അവൻ നിഷേധിച്ചാൽ അവൻ അള്ളാഹുവിനെ റസൂലിനെയും നിഷേധിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ നിഷേധിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഹുക്കും എന്താണെന്ന് ചോദിച്ചാൽ അത് കുഫ്റുൻ അക്ബറാണ്. അടിസ്ഥാനപരമായ ഹുക്കും അതാണ്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ ഒരു നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനപരമായ ഹുക്കും അത് കുഫ്റുൻ അക്ബറാണ്. കാരണം അള്ളാഹു തആല പറഞ്ഞതിനെ നിഷേധിക്കലാണ്. അള്ളാഹു തആല സൂറത്തുൽ മുൽക്കിൽ ചോദിച്ചു, അഅമിൻതും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവനെ തൊട്ട് നിങ്ങൾ നിർഭയനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറയാണ് ആകാശത്തിലില്ല, അള്ളാഹു ആകാശത്തിലാണെന്ന് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു സ്ഥലത്തിൽ പരിമിതപ്പെടുത്തുക എന്ന് പറയുന്നത് പാടില്ല എന്ന് പറഞ്ഞ് അള്ളാഹു ആകാശത്തിലാണ്, ആകാശത്തിന് മുകളിലാണ്, അർഷിലാണ് എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്നവർ യഥാർത്ഥത്തിൽ ഖുർആനിനെ നിഷേധിക്കുന്നത്. അതുപോലെ വകല്ലമല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു മൂസയോട് അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന് നിഷേധിക്കുന്ന, ഖുർആനിനെ നിഷേധിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ. അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുവൻ പറയുക ഞാൻ സംസാരിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കുഫ്റുൻ അക്ബർ ആണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു റബ്ബുന, നമ്മുടെ റബ്ബ് ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറയുമ്പോൾ ഒരുവൻ ഇല്ല, അള്ളാഹു അങ്ങനെ ഇറങ്ങി വരുമെന്ന് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്നവനാണ്. കുഫ്റുൻ അക്ബറാണ്. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അടിസ്ഥാനം കൂടിയുണ്ട്. അത്തഅ്വീലു യംനഉ തക്ഫീറൽ മുഅയ്യൻ, എന്തെങ്കിലുമൊക്കെ തഅ്വീലുകൾ, അവന് വ്യാഖ്യാന സാധ്യതകൾ കൊണ്ടാണ് ഒരാൾ അങ്ങനെയുള്ള ഒരു കാര്യം പറയുന്നതെങ്കിൽ ഹാദാ യംനഉ തക്ഫീറൽ മുഅയ്യൻ, ഒരു ഇന്ന വ്യക്തി കാഫിറാണെന്ന് പറയുന്നതിനെ തൊട്ട് തടയുന്നതാണ് എന്നാണ്. അതല്ലെങ്കിൽ ഇത് നിഷേധിക്കുന്നവർ മുഴുവനും കാഫിർ ആണെന്ന് പറയേണ്ടി വരും. അശ്അരികളും അതുപോലെ മാതുരീദികളും മുഅ്തസിലിയാക്കളും ജഹ്മികളും എല്ലാവരും കാഫിറാണ് ഒരുപോലെ എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത്തരത്തിലുള്ള ചില തഅ്വീലുകൾ, വ്യാഖ്യാനങ്ങൾ, അതിനുള്ള സാധ്യതകളൊക്കെ പറഞ്ഞിട്ടാണ് അവർ പലപ്പോഴും പല സിഫാത്തുകളെയും നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അതിനു മറ്റു ദുർവ്യാഖ്യാനങ്ങൾ നൽകുന്നത്. അതല്ല എങ്കിൽ അവർ മുഴുവൻ കാഫിറുകളാണെന്ന്, അവർ മുഴുവൻ കുഫ്റുൻ അക്ബറാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരും. എൻ സഹോദരങ്ങളെ, എന്ത് തന്നെയായാലും ഏത് തരത്തിലുള്ള തഅ്വീലുകൾ കൊണ്ട് പറഞ്ഞാലും അതെല്ലാം തന്നെ വളരെ ഗുരുതരമായ പാപമാണ്, ബിദ്അത്താണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒരാൾ പുറത്തു പോകാൻ മാത്രം മതിയായതാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നവൻ ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവനെയല്ല. അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും വേർതിരിയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ നാമവിശേഷണം. കാരണം ഇത് അടിസ്ഥാന വിശ്വാസങ്ങളിൽ പെട്ടതാണ്, ഉസൂലുകളിൽ പെട്ടതാണ്. ഈ കാര്യങ്ങളിൽ ഒരുവൻ നിഷേധിച്ചാൽ, അവന് തെറ്റുപറ്റിയാൽ, ഏതെങ്കിലും ഒരു ഫിഖ്ഹി മസ്അലകളിൽ, കർമ്മശാസ്ത്ര മസ്അലകളിൽ തെറ്റുപറ്റുന്ന ഒരുവനെ പോലെയല്ല, അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തു പോകും. ഇനി നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരേപോലെയല്ല. അതിന്റെ പടുകുഴികൾ വ്യത്യസ്ത രൂപത്തിലാണ്. അതിലേറ്റവും അങ്ങേയറ്റം മോശമായവർ ജഹദുൽ അസ്മാഇ വസ്സിഫാത്ത് ബിൽ കുല്ലിയ, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുന്നവരാണ്. പൂർണ്ണമായി ഇല്ല എന്ന് പറയും. ജഹ്മികളെ പോലെ പൂർണ്ണമായി അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ നിഷേധിക്കുന്നവർ, അവരാണ് ഏറ്റവും മോശപ്പെട്ട ആളുകൾ. ഒരു വ്യാഖ്യാനം ഒന്നുമില്ല, പൂർണ്ണമായി നിഷേധിക്കുക. അള്ളാഹുവിന് അങ്ങനെ അസ്മാകളില്ല, സിഫാത്തുകളില്ല എന്ന് പറയുക. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് അള്ളാഹു തആലയുടെ
സംസാരമാണെന്ന് ഖുർആൻ എന്ന് പറയാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ നാമങ്ങളെ നിഷേധിക്കുന്നവരാണ് ജഹ്മിയാക്കളായ ആളുകൾ, മുഅ്തസിലിയാക്കളായ ആളുകൾ അള്ളാഹുവിന്റെ നാമ വിശേഷണങ്ങൾ നിഷേധിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സംസാരിച്ചതാണ്, അത് അള്ളാഹുവിന്റെ സിഫത്താണ് ഖുർആൻ എന്നുള്ളത് അവർ നിഷേധിക്കുകയാണ്. അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ഏറ്റവും മോശപ്പെട്ട ആളുകൾ അവരാണ്. രണ്ടാമത്തെ വിഭാഗം ഇസ്ബാത്തുൽ അസ്മാഇ വജഹ്ദി മആനിഹ വമആനി സിഫാത്ത്. അവർ നാമങ്ങൾ ഉണ്ട് എന്ന് പറയും, പക്ഷേ അതിന്റെ അർത്ഥത്തെ തൊട്ട് നിഷേധിക്കും. നമ്മുടെ നാട്ടിലേക്കുള്ള സമസ്തക്കാരായ ആളുകൾക്ക് ഈ രൂപത്തിലുള്ള വിശ്വാസം ഉണ്ട്. അതായത് അവർ പറയും അള്ളാഹു സമീ ആണെന്ന് ഞങ്ങൾ പറയും, പക്ഷെ ബിലാസം, സമീഉം ബിലാസം, കേൾവിയില്ലാത്ത കേൾവിക്കാരൻ, ബസീറും ലാക്കിൻ ബിലാ ബസർ, കാഴ്ച ഇല്ലാത്ത കാഴ്ചക്കാരൻ. അതുപോലെ ഖദീറുൻ ബിലാ ഖുദ്റ, കഴിവുണ്ട്, കഴിവുള്ളവനാണെന്നുള്ള ഖദീർ എന്നുള്ള വാക്ക് അംഗീകരിക്കും, പക്ഷെ ഖുദ്റത്തുണ്ട്, ആ സിഫത്തുണ്ട് എന്നത് അവർ അംഗീകരിക്കുകയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളെ അംഗീകരിക്കുകയും ആ നാമങ്ങളിലുള്ള ആ വിശേഷണങ്ങളെ നിഷേധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പൊള്ളയായ നാമങ്ങളെ മാത്രം അവർ സ്ഥിരപ്പെടുത്തുന്നു, ഒരു പൊള്ളയായ നാമങ്ങളെ സ്ഥിരപ്പെടുത്തുന്നു, അതിന്റെ അർത്ഥത്തെ തൊട്ട് നിഷേധിക്കുകയും ചെയ്യുന്നു. ഇവർ ആദ്യത്തെ ആളുകളെക്കാളും കുറച്ച് താഴെ വന്നവരാണ്. എല്ലാവരും മോശക്കാർ തന്നെയാണ്. മൂന്നാമത്തേത് ഇസ്ബാത്തുൽ അസ്മാഇ വബഅദി സിഫാത്തി വനഫി ബാഖിഹ. അള്ളാഹുവിന്റെ ചില നാമങ്ങളെയും ചില സിഫത്തുകളെയും അവർ അംഗീകരിക്കും. അശാഇറ അവർ അള്ളാഹുവിന്റെ 8ഓളം നാമങ്ങളെ അംഗീകരിക്കുന്നു, അതിന് കൃത്യമായിട്ട് പറയും. ബാക്കിയുള്ള നാമങ്ങളെയൊക്കെ അവർ നിഷേധിച്ചു കളയും. അത് ബാക്കിയുള്ളതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ വ്യാഖ്യാനിക്കാനും സാധിക്കുന്നില്ല, അതിനൊക്കെ അവർ നിഷേധിച്ചു കളയും. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇവർ മുകളിൽ പറഞ്ഞവരെക്കാളും മോശത്തിൽ കുറച്ച് താഴെയുള്ളവരാണ്. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇസ്ബാത്തു അൽഫാദിൽ അസ്മാഇ വസ്സിഫാത്തി വതഫ്വീദി മആനിഹ. ഇവർ ബാഹ്യമായി ചിലപ്പോൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആണെന്ന് തോന്നുന്ന രൂപത്തിൽ ചില സംസാരമൊക്കെ ഇവരടുത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംസാരം കേൾക്കുമ്പോൾ ഇവർ കുറച്ച് സൂക്ഷ്മതയുടെ ആളുകളാണ്, തിരക്കേടില്ല, ഈ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കും. ഇവരുടെ രൂപം എന്ന് പറയുന്നത് ഇവർ അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ സ്ഥിരപ്പെടുത്തുകയൊക്കെ ചെയ്യും, പക്ഷേ അതിന്റെ മഅന, അർത്ഥത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയും അത് നമുക്കറിയില്ല. അള്ളാഹുവിനെ അറിയും. അള്ളാഹുവിന് നുസൂലുണ്ട്, ശരിയാണ്, അള്ളാഹുവിന് നുസൂലുണ്ട്, അള്ളാഹു ഇറങ്ങും, അത് ശരി തന്നെയാണ്, നമ്മൾ നിഷേധിക്കുകയില്ല, ഖുർആനിൽ വന്നിട്ടുള്ളതാണ്, ഹദീസിൽ വന്നിട്ടുള്ളതാണ് എന്ന് പറയും. പക്ഷെ നുസൂൽ അത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ കൈഫിന്റെ കാര്യം, രൂപമല്ല, രൂപാനുസരണത്ത് ഒരിക്കലും ചോദിക്കുകയില്ല. എങ്ങനെയാണ് ഇറങ്ങുക അത് ചോദിക്കാൻ പാടില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ വസ്വാലു അൻഹു ബിദ്അ, അള്ളാഹുവിന്റെ ഒരു സിഫത്ത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കുന്ന കാര്യമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹാബികൾ ചോദിക്കാത്ത ആ ചോദ്യം ബിദ്അത്താണ്. പക്ഷേ ഇവരതിനൊരു അർത്ഥമേ പറയുകയില്ല. അർത്ഥത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇല്ല, അർത്ഥം നമുക്കറിയില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇവർ നല്ല സൂക്ഷ്മതയുടെ ആളുകളാണ്, കാരണം ഇവര് അംഗീകരിക്കുന്നുണ്ടല്ലോ, അർത്ഥം നമുക്ക് അറിയില്ല എന്നല്ലേ പറയുന്നുള്ളൂ എന്നാണ്. ഇവരെ കുറിച്ച് മുഫവ്വിളകൾ എന്നാണ് പറയാറുള്ളത്. അതായത് അവർ പറയും, അതിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. ചിലർ പറയും അർത്ഥം അങ്ങനെ ലാഹിറായിട്ട് ബാഹ്യമായി കാണുന്ന അർത്ഥമല്ല, വേറൊരു അർത്ഥമായിരിക്കും, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നമുക്കറിയില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ഇവർക്ക് തെവീലുമുണ്ട്, അതിനെ വ്യാഖ്യാനിക്കുക, അത് അങ്ങനെയല്ല അർത്ഥം, വേറൊരു അർത്ഥമാണെന്ന് വ്യാഖ്യാനിക്കുന്നവരുമാണ്. അതുപോലെ അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ് അർത്ഥം പറയാതിരിക്കുന്നവരുമാണ്. രണ്ടാമത്തെ വിഭാഗം അവരത് ബാഹ്യമായി എതിരാണെന്നൊന്നും പറയില്ല, മൊത്തത്തിൽ അവർ പറയും ഇതിന്റെ അർത്ഥം നമുക്ക് അറിയുകയില്ല എന്ന് പറയും. രണ്ടും മുഫവ്വിളകളാണ്, രണ്ടും തെറ്റുകാരാണ്, ഒരിക്കലും ശരിയല്ല. അഹ്ലുസുന്ന വൽ ജമാഅ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ അതുപോലെ വിശ്വസിക്കുകയും അതിന് ലാഹിറായി അള്ളാഹു തആല എന്താണോ പറഞ്ഞത് അതുപോലെ അതിന് അർത്ഥം കൽപ്പിക്കുകയും അതിന് യാതൊരു രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളോ നിഷേധങ്ങളോ അതിനെന്തെങ്കിലുമൊക്കെ രൂപത്തിൽ സാദൃശ്യം ഇന്നതുപോലെയാണെന്ന് എന്ന താരതമ്യം ചെയ്യൽ ഒന്നുമില്ലാതെ അതുപോലെ വിശ്വസിക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള വിശ്വാസമാണ്, ഏതൊരു സാധാരണക്കാരനും വിശ്വസിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവർ പല തത്വശാസ്ത്രങ്ങളും ഫിലോസഫികളും അങ്ങനെ പലതും ഈ വിഷയത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളും നിഷേധിക്കേണ്ടി വരികയാണ്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആദ്യമായി ഇതൊക്കെ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അത്ഭുതപ്പെട്ടു, എന്തിനാണ് ഇത്രയും കക്ഷികൾ ഉണ്ടായത്, ഇത് എത്ര എളുപ്പമാണ്. അള്ളാഹു പറഞ്ഞു അതുപോലെ വിശ്വസിച്ചാൽ മതിയല്ലോ. അള്ളാഹു റഹ്മാനാണ്, കാരുണ്യവാനാണ്, അള്ളാഹു താലക്ക് അതിനുള്ള റഹ്മത്തുണ്ട്, അവൻ അടിമകൾക്ക് റഹ്മത്ത് ചെയ്യുന്നവൻ, എത്ര എളുപ്പമാണ് വിശ്വസിക്കാൻ. അള്ളാഹു ഇറങ്ങുന്നവനാണെന്ന് പറഞ്ഞാൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ ഒരിക്കലും തന്നെ അള്ളാഹു ഇറങ്ങുമ്പോൾ 1/3 ഇറങ്ങുമ്പോൾ ലോകത്തിന്റെ വേറൊരു ഭാഗത്ത് വേറെതല്ലേ, അപ്പൊ എങ്ങനെയാണ് രാത്രിയുടെ 1/3 ഭാഗത്ത് അള്ളാഹു ഇറങ്ങുന്നു പറയുമ്പോൾ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും ഇറങ്ങുകയാണോ? അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞു. അള്ളാഹുവിനെല്ലാം കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരുവൻ അള്ളാഹു തആലക്ക് ഇതൊന്നും ചെയ്യാൻ യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിനക്ക് ഈ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെയല്ല. നിന്റെ ബുദ്ധി പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പടപ്പ് മാത്രമാണ്. നീ അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. അള്ളാഹുവിന്റെ കോടാനുകോടി പടപ്പുകളിൽ വളരെ ദുർബലനായ ഒരു പൊട്ടിന്റെ വലിപ്പം പോലും അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്ത നിന്റെ തലച്ചോറെന്ന് പറയുന്ന അതിനേക്കാളും വളരെ ചെറിയ അള്ളാഹുവിന്റെ ഒരു പടപ്പാണ്. ഈ ഒരു ചെറിയൊരു തലച്ചോറും വെച്ചിട്ട് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം, അതൊക്കെ ഗ്രഹിക്കണം എന്ന് പറയുക എന്നുള്ളത് തന്നെ വലിയ അഹങ്കാരമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിമായി കഴിഞ്ഞാൽ അള്ളാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ അനുസരിക്കുക എന്ന് മാത്രമാണ്. ആ കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എന്നത് മാത്രമാണ് അവന്റെ ബുദ്ധി പ്രയോഗിക്കേണ്ട അവിടെ മാത്രമാണ്. അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ട്. അതല്ലാതെ കേൾക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും അല്ലെങ്കിൽ എല്ലാ ഖുറാഫാത്തുകളും ഒരു മുസ്ലിം വിശ്വസിക്കുകയില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ടോ, ഖുർആനിലുണ്ടോ, ഹദീസുകളിൽ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ സമിഅന വ അതഅന, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് മുസ്ലിമിന്റെ വിശ്വാസം എന്ന് മനസ്സിലാക്കുക. ഇത് ആമുഖമാണ്. ഇനി കിതാബിലേക്ക് പ്രവേശിക്കാം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലില്ലാഹി തആല വഹും യക്ഫുറൂന ബിർറഹ്മാൻ. സൂറത്തുർ റഅദിലെ 30-ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. വഹും യക്ഫുറൂന ബിർറഹ്മാൻ. മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വഹും അവർ യക്ഫുറൂന ബിർറഹ്മാൻ, അവർ റഹ്മാനിനെ തൊട്ട് നിഷേധിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകൾ റഹ്മാൻ കാരുണ്യവാനാണ് അല്ലാഹു എന്നതിനെ നിഷേധിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണിത്. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ അർ റഹ്മാൻ എന്നുള്ള സിഫത്തിനെ അംഗീകരിച്ചിരുന്നില്ല. ഇതൊരിക്കലും ചില ആളുകൾ പറഞ്ഞതുപോലെ അത് ഷിർക്കിനും മറ്റും തെളിവ് പിടിക്കുന്ന ചില ആളുകൾ വഹും യക്ഫുറൂന ബിർ റഹ്മാൻ. കണ്ടില്ലേ, മക്ക മുശ്രിക്കുകൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവാണ്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നത് ആയത്തുകളൊക്കെ മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്, അതുകൊണ്ട് നമുക്കൊന്നും ആ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾക്ക് ഇറങ്ങി ഷിർക്കിന്റെ ആയത്ത് നമ്മൾക്കെതിരെ ഓതല്ലേ എന്ന് പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇവിടെ ഒരിക്കലും മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നില്ല. വഹും യക്ഫുറൂന ബിർ റഹ്മാൻ എന്ന് പറയുന്നത് അള്ളാഹു കാരുണ്യവാനാണ് എന്നത് മാത്രമാണ് നിഷേധിക്കുന്നത്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്നില്ല. കാരണം അതിനുശേഷം അള്ളാഹു തആല പറഞ്ഞത് ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വ ഇലൈഹി മതാബ്. നബി അവരോട് പറയുക, അവൻ എന്റെ റബ്ബാണ്. കാരണം അതാണ് അവർ നിഷേധിക്കുന്നത്. ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. അലൈഹി തവക്കൽതു വ ഇലൈഹി മതാബ്, അവനിൽ ഞാൻ ബരമേൽപ്പിക്കുന്നു, അവനിലേക്ക് ഞാൻ മടങ്ങുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവർ അള്ളാഹുവിനെ നിഷേധിക്കുക എന്നുള്ള കാര്യത്തിനല്ല മറുപടി പറയുന്നത്, മറിച്ച് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നില്ല എന്നതിനാണ് ശേഷമായത്തിൽ മറുപടി പറയുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സൂറത്തുൽ ഫുർഖാനിൽ ഒന്നുകൂടി വ്യക്തമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിർറഹ്മാൻ, അവരോട് റഹ്മാനിന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയപ്പെട്ടാൽ ഖാലു വമൻ റഹ്മാൻ, എന്താണ് റഹ്മാൻ എന്നാണ് ചോദിക്കുന്നത്. വമൻ റഹ്മാൻ, ആരാണ് റഹ്മാൻ അവർ ചോദിച്ചിട്ടില്ല. കാരണം റഹ്മാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനാണെന്ന് അവർക്കറിയാം. പക്ഷെ അർ റഹ്മാൻ എന്നുള്ള സിഫത്തിനെ അവർ അംഗീകരിക്കുമായിരുന്നില്ല. അർ റഹ്മാൻ എന്നുള്ള സിഫത്തിനെ അവർ അംഗീകരിക്കുമായിരുന്നില്ല എന്നാണ്. അതുപോലെ ഹുദൈബിയ സന്ധിയിൽ സഹീഹ് ബുഖാരിയിലൊക്കെ വന്ന ഹദീസാണത്. ഹുദൈബിയ സന്ധിയിൽ സംഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും മുശ്രിക്കുകളുമായി സന്ധി എഴുതിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് പോലെ ഗ്രന്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാനാണ് ആവശ്യപ്പെട്ടത്. അവിടെ എഴുതുമായിരുന്നില്ല, എഴുതാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ മുശ്രിക്കുകളുടെ ഭാഗത്തുണ്ടായിരുന്ന സുഹൈൽ അവൻ പറഞ്ഞു, അമ്മർ റഹ്മാൻ ഫവല്ലാഹി മാ അദ്രി മാ ഹു വലാകിൻ ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ കമാ കുൻത തക്തുബ്. റഹ്മാൻ, ആരാണ് റഹ്മാൻ എന്ന് നമുക്കറിയില്ല. മാ അദ്രി മാ ഹുവ, അതെന്താണ് നമുക്കറിയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. ആരാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല വലാകിൻ ഉക്തുബ്, താങ്കൾ എഴുതുക ബിസ്മിക അല്ലാഹുമ്മ, അള്ളാഹുവിന്റെ നാമത്തിൽ എഴുതുക. അപ്പൊ അള്ളാഹുവിനെ നിഷേധിച്ചിട്ടില്ല. അതും വളരെ വ്യക്തമാണ്. ഇതൊരിക്കലും അള്ളാഹുവിനല്ല അവർ നിഷേധിച്ചത്, റഹ്മാനിനെയാണ് നിഷേധിച്ചത് എന്നാണ്. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഇവരിവിടെ റഹ്മാൻ എന്ന് നിഷേധിച്ചത് രണ്ട് കാര്യമാണ്. ഒന്ന്, അള്ളാഹു റഹ്മാനാണെന്നുള്ള നാമം അവർ നിഷേധിക്കുന്നു, അതാണ് ഈ അധ്യായവുമായി ബന്ധപ്പെട്ടത്. രണ്ട്, അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ നിഷേധിക്കുകയാണ്. അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളൂ എന്ന കാര്യം നിഷേധിക്കുകയാണ്. അള്ളാഹു റഹ്മാനാണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഈ പറയുന്ന മക്ക മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കളും ഇതിന്റെയൊക്കെ പ്രസക്തി ഇല്ലാതായി പോകും. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന അങ്ങേയറ്റം അടിമകളോട് കരുണയുള്ളവനാണെന്ന് വിശ്വസിക്കുന്ന സമയത്ത് അവർക്ക് ബാക്കിയുള്ള ആളുകളുടെ ആവശ്യമില്ല. അതുകൊണ്ടായിരിക്കണം അവർ റഹ്മാൻ എന്നുള്ള നാമത്തെ നിഷേധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അധ്യായമായി ബന്ധപ്പെട്ട കാര്യം സഹോദരങ്ങളെ, അവർ അള്ളാഹുവിന്റെ റഹ്മാൻ എന്നുള്ള ഒരു നാമത്തെ നിഷേധിക്കുന്നു. അഥവാ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിഷേധിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ കുഫറാണ്. മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമായിരുന്നു അള്ളാഹുവിന്റെ നാമങ്ങൾ നിഷേധിക്കുക എന്നുള്ളത്. അത് കേവലം ഒരു നാമം മാത്രമല്ല, അവർ നിഷേധിച്ചത് ഇതാണ്. അതുകൊണ്ടാണ് ചില സമയത്തൊക്കെ പണ്ഡിതന്മാർ ഖവായിദുൽ അർബ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ അതിന്റെ അവസാനത്തെ ഖായിദ, ഈ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ പഴയ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളെക്കാളും മെച്ചപ്പെട്ടവരാണ്, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ അതിനേക്കാൾ മോശപ്പെട്ടവരാണ് എന്ന് പറയാനുള്ള ഒരു കാരണമായി പറയുന്നത് മുശ്രിക്കുകൾ നിഷേധിച്ചതായി റഹ്മാൻ എന്നുള്ളൊരു സിഫത്ത് മാത്രമേ നമുക്ക് ഖുർആനിലും ഹദീസിലൊക്കെ പരിശോധിച്ചാൽ കാണാൻ പറ്റൂ. പക്ഷെ ഇന്നത്തെ മുശ്രിക്കുകൾ അവർ പലരും ശിർക്ക് ചെയ്യുന്നവർ അശ്അരികളും മാതുരിദികളും അങ്ങനെയുള്ള പല വിശ്വാസ കാര്യങ്ങളിൽ ഇത്തരം സരണികൾ സ്വീകരിക്കുന്നവരാണ്. അവരാകട്ടെ ഒരുപാട് നാമങ്ങൾ നിഷേധിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ഒരു വജുഹും അവർ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ അധ്യായമായിട്ടുള്ള ബന്ധം അള്ളാഹുവിന്റെ നാമത്തെ നിഷേധിക്കുന്നതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കാ മുശ്രിക്കുകളുടെ സ്വഭാവമായിട്ടും അത് കുഫ്റാണ്, വഹും യക്ഫുറൂൻ, അവർ നിഷേധിക്കുന്നവരാണ് എന്ന് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് അധ്യായവുമായി ബന്ധപ്പെട്ട കാര്യം. അതായത് അള്ളാഹുവിന്റെ നാമങ്ങൾ നിഷേധിക്കാൻ പാടില്ല എന്നർത്ഥം. രണ്ടാമതായിട്ടുള്ളത് വഫി സ്വഹീഹിൽ ബുഖാരി. ഇത് വളരെയധികം ചിന്തിക്കേണ്ടതായ ഒരു അസറാണ്. ഇതെങ്ങനെ അദ്ദേഹം ഇതിൽ കൊടുത്തു എന്നുള്ളത് പണ്ഡിതന്മാർ നല്ല വ്യാഖ്യാനം നൽകിയാൽ അത് ശരിക്കും അങ്ങനെ വായിച്ചാൽ മനസ്സിലാവുള്ളൂ. നേരെ വായിച്ച് ഇതിന്റെ കിതാബ് തോക്കിന്റെ അർത്ഥം മാത്രം നോക്കിയ ഒരാൾക്ക് ഇതെന്താണ്, ഇത് ഈ അധ്യായവും ഈ അസറും തമ്മിൽ എന്താണ് ബന്ധമെന്ന് വിചാരിക്കും. ഇവിടെ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല അലി ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, നിങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ, ഗ്രഹിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പറയണം. അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും നിഷേധിക്കപ്പെടാൻ, കളവാക്കപ്പെടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ഇത് ചോദിച്ചിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അസറാണത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദീന് പഠിപ്പിക്കുകയും ദീന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരും, അത് ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ശരി, ജനങ്ങളാണെങ്കിലും നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ദീന് പറഞ്ഞു കൊടുക്കാറുണ്ട്. തീരെ നമ്മളെക്കാളും അറിവില്ലാത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ കുടുംബത്തിൽ സംസാരിക്കും, അല്ലെങ്കിൽ അയൽവാസികളോട് സംസാരിക്കും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കണ്ട ഒരാളോട് സംസാരിക്കും. എല്ലാവരും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയൊക്കെ ചെയ്യുന്ന സാധിക്കുന്ന രൂപത്തിൽ ദഅവത്തൊക്കെ നടത്തുന്ന ആളുകളാണ്. ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യം സംസാരിക്കുമ്പോൾ പോലും നമ്മൾ പറയുന്നത് ഹക്കാണെങ്കിൽ പോലും, സത്യമാണെങ്കിൽ പോലും, സത്യമേ സംസാരിക്കാവൂ, അത് വേറെ കാര്യം, സത്യമേ സംസാരിക്കാവൂ. ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം പറയുക, ആളുകളുടെ ആഗ്രഹത്തിനനുസരിച്ച് പറയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. സത്യമേ സംസാരിക്കാവൂ. പക്ഷെ ആ സത്യം സംസാരിക്കുമ്പോൾ പോലും ഹദ്ദിസുൻ നാസ ബിമാ യഅരിഫൂൻ, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഗ്രഹിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഒരാൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയേ അയാളുടെ പദവിയുള്ളൂ, അത്രയൊക്കെ ആയിട്ടുള്ളൂ. അയാളോട് വലിയ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക, അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. കാരണം അങ്ങനെയാകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബുദ്ധിമോശം കാരണത്താൽ ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും നിഷേധിക്കുന്ന അവസ്ഥ വരും. അവർ വിചാരിക്കും ഖുർആനിൽ ഇങ്ങനെയാണോ ഹദീസിൽ ഇങ്ങനെയാണോ എന്ന് വിശ്വസിക്കും. ഉദാഹരണത്തിന് പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്, അയാൾക്ക് ദീനിന്റെ വലിയ വലിയ മസലകളൊക്കെ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അയാൾക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് അദ്ദേഹം അത് വളരെ വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറയുന്നത് ഹക്കായിരിക്കണം, അതുപോലെ തന്നെ പറയുന്നത് നമ്മൾ ആളുകളിലേക്ക് എത്താൻ അങ്ങേയറ്റം റിഫ്കോട് കൂടി നമ്മൾ സംസാരിക്കണം. വളരെയധികം മൃദുലമായി ആളുകളോട് സംസാരിക്കണം, ആളുകൾക്ക് അത് ഹക്ക് സ്വീകരിക്കണം എന്ന നിലയ്ക്ക് നാം സംസാരിക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പറയുന്ന കാര്യം എങ്ങനെയാണ് എന്ന് ശ്രദ്ധിക്കണം. അത് ഏത് സാഹചര്യത്തിലാണ്, ഏത് മേഖലയിലാണ് നമ്മൾ പറയുന്നത് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരാൾക്ക് നമ്മളെ തെറ്റിദ്ധരിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യം, അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രൂപത്തിൽ നമ്മൾ സംസാരിക്കുക അത് പാടില്ല. അത് സംസാരിക്കാൻ പഠിക്കണം. എങ്ങനെയാണ് ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. അൽ വല വൽ ബറ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകൾ വെറുക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം, ഇത് ദീനുൽ ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ തൗഹീദിന്റെ ഒരു ഭാഗം കൂടിയാണ്. ഇത് തൗഹീദിന്റെ ഈമാനിന്റെ ഒരു ഭാഗം കൂടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, ഹദീസുകളൊക്കെ ഇത് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാതെ
ഒരു വേള നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇത് വല്ല തീവ്രമായ ഒരു ആശയമാണോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ ഉള്ളതിനുള്ള പുറപ്പാടാണോ എന്ന് തോന്നുന്ന രൂപത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലോ അത് ഫിത്നയായി പോകും. ആളുകൾക്കത് ഫിത്നയായി പോകും. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മാ അൻത ബിമുഹദ്ദിസിൻ ഖൗമൻ ഹദീസൻ ലാ തബ്ലുഗു ഉഖൂലുഹും ഇല്ലാ കാന ലിബഅദിഹിം ഫിത്ന. നിങ്ങളിൽ ഒരാൾ സംസാരിക്കുന്നു, അത് അവന്റെ ബുദ്ധിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ അവരിൽ ചിലർക്കെങ്കിലും അത് ഫിത്നയായി തീരാതെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ തൗഹീദിന്റെ ദഅവത്ത് മാറ്റിവെക്കണമെന്നോ അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്നത് മാറ്റിവെക്കണമെന്നോ എന്നല്ല. പക്ഷെ നമ്മൾ ആരോട് സംസാരിക്കുന്നു, എവിടെ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണക്കാരായ ആളായാലും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അത് തീരെ അറിവില്ലാത്ത ഒരു വ്യക്തിയിലേക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളത് അതിൻ്റെതായ രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം. അതിന്റെ അർത്ഥം നമ്മൾ മയപ്പെടുത്തി ദീനിലില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ദീനിലുള്ളതിനെതിരായി പറയുക ഒന്നൊന്നുമല്ല. ഹക്കേ പറയാവൂ, സത്യമേ പറയാവൂ. പക്ഷെ പറയുന്ന സമയത്ത് ആളും തരവും നോക്കി അയാൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാനായിട്ടുണ്ടോ എന്നത് നോക്കി നമ്മൾ പറയുക എന്നുള്ളതാണ്. അപ്പൊ എന്തിനാണ് ഈ ഒരു അസർ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്? ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ ഫിഖ് വളരെയധികം അറിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അധ്യായത്തിന്റെ തലക്കെട്ടും അദ്ദേഹം ശേഷം കൊടുക്കുന്ന ആയത്തുകളും ഹദീസുകളും അസറുകളൊക്കെ വളരെയധികം ബന്ധമുള്ളതായിരിക്കും. മഹാനായ ഇമാം ബുഖാരിയോടാണ് അദ്ദേഹത്തിന് സാദൃശ്യമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ അധ്യായത്തിന്റെ തലക്കെട്ടും ഹദീസുകളും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ അസർ അദ്ദേഹം കൊടുക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത്, ഒന്ന് സഹോദരങ്ങളെ, ഇത് അസ്മാ വസിഫാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അസ്മാ വസിഫാത്തിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ഹദീസുകളിൽ വന്നതുമൊക്കെ വളരെയധികം ദഖീഖായ മൈന്യൂട്ടായ മസ്അലകളുണ്ട്. അങ്ങനെയുള്ള ചില മസ്അലകളുണ്ട്. ആ കാര്യങ്ങൾ എല്ലാവരോടും പറയുക എന്നുള്ളത് നിർബന്ധമായ കാര്യവുമല്ല. ഒരാൾക്ക് ശരിയായ രൂപത്തിൽ അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത് വിശ്വസിക്കാൻ അതൊരു പക്ഷെ ആവശ്യമൊന്നും ആയിരിക്കില്ല, അയാൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ ചില ഹദീസുകളിലൊക്കെ വളരെയധികം സൂക്ഷ്മമായി പണ്ഡിതന്മാർ കൈകാര്യം ചെയ്ത് വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം എന്നറിയിക്കാനാണ് അദ്ദേഹം ഇതിവിടെ കൊടുത്തത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഒരിക്കലും ഞാൻ ആവർത്തിക്കുന്നു, സ്വഹീഹായ ഒരു ഹക്കായ ഒരു കാര്യം അത് പറയാൻ പാടില്ല എന്നുള്ളതല്ല, മറിച്ച് അത് സൂക്ഷിച്ച് അത് പറയേണ്ട രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കാനാണ്. അപ്പൊ അങ്ങനെയുള്ള വളരെ ദഖീഖായ മസ്അലകൾ അത് പറയുമ്പോൾ നമ്മളത് ഇതിന്റെ ഉസ്ലൂബുകൾ ശരിയാക്കണം. അതുപോലെ അത് ആരോടാണ് പറയുന്നത്, അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളോട് തന്നെയാണോ പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വളരെ കൃത്യമായിട്ട് അത് സംസാരിക്കാവൂ എന്നാണ്. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഈ അസറ് അസ്മാ വസിഫാത്ത് എന്ന വിഷയമേ സംസാരിക്കരുത്, അത് തന്നെ ജനങ്ങൾക്ക് ഫിത്നയാണ് എന്ന് പറയുന്നവർക്കുമുള്ളൊരു മറുപടിയും കൂടിയാണ്. കാരണം ഈ അസറിൽ പറയുന്നത് ഒന്നും സംസാരിക്കാൻ പാടില്ലെന്നല്ല, ഹദ്ദിസുന്നാസ ബിമാ യഅരിഫൂൻ, അവർക്ക് മനസ്സിലാകുന്ന കാര്യം സംസാരിക്കുക എന്നാണ് പറഞ്ഞത്. അവർക്ക് മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ സാധിക്കുന്ന കാര്യം സംസാരിക്കുക, ഗ്രഹിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നല്ല, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ജനങ്ങളോട് അസ്മാ വസിഫാത്ത് പഠിപ്പിക്കുന്നതിൽ, അത് ആളുകൾ മനസ്സിലാക്കുന്നതിൽ അള്ളാഹുവിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും ഈമാൻ വർദ്ധിക്കാനും അസ്മാ വസിഫാത്ത് ഇതിന്റെ പഠനം വളരെ അനിവാര്യമായ കാര്യമാണ്. ഒരാൾ അള്ളാഹു സമീ ആണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ അവന്റെ നാവിനെ സൂക്ഷിക്കും. അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരാൾ തന്റെ പ്രവൃത്തികൾ സൂക്ഷിക്കുന്നതാണ്, രഹസ്യവും പരസ്യവും നന്നാക്കാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഒരുപാട് ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അസ്മാ വസിഫാത്ത് ചർച്ച ചെയ്യാനേ പാടില്ല എന്ന് പറയുന്ന ബിദ്അത്തുകാർക്കുള്ള മറുപടിയും കൂടിയാണ്. ഇവിടെ അദ്ദേഹം ഒരിക്കലും എന്തു പറഞ്ഞിട്ടില്ല, ഹദ്ദിസുന്നാസ ബിമാ യഅരിഫൂൻ, അതായത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം പഠിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. ഒന്നും പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളതല്ല. അതിനെ സാധൂകരിക്കുന്നതാണ് അടുത്ത അസറിൽ മഹാന്മാരായ സഹാബികൾ തന്നെ ഈ കാര്യം പറഞ്ഞ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സമാനമായത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ തന്നെ, ഇതുപോലുള്ള സഹാബികൾ തന്നെ അസ്മാ വസിഫാത്ത് സംസാരിച്ചത് തെളിവായി അദ്ദേഹം അതിനുശേഷം കൊടുക്കുകയാണ്. അത് ആർക്കുള്ള മറുപടിയാണ്? ഇങ്ങനെയുള്ള അസറുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്നും സംസാരിക്കാനേ പാടില്ല, അസ്മാ വസിഫാത്തൊന്നും സംസാരിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ രൂപത്തിലൊരു വാളുകൾ അതൊക്കെ മാത്രം മതി, അങ്ങനെയൊക്കെ മാത്രം മതി, ജനങ്ങൾക്ക് അതൊക്കെ പഠിച്ചാൽ മതി, അങ്ങനെ അഖീദത്തുൽ വാസിത്തിയോ അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത് ചർച്ച ചെയ്യുന്ന കാര്യമോ ഇതൊന്നും പഠിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്. കാരണം ഇതേ സ്വഹാബത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങളെ കുറിച്ച് വിശേഷണങ്ങളെ കുറിച്ച് പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, അത് പഠിക്കാതെ പിന്തിരിഞ്ഞോടുന്നവർക്കെതിരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന അസറാണ്. അതിനുശേഷം അദ്ദേഹം
കൊടുത്തിട്ടുള്ളത്. അത് വായിക്കാം. വറവ അബ്ദുർ റസാഖ് അൻ മഅ്മർ അൻ അബി താവൂസ് അൻ അബീഹി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസറാണ്. വളരെയധികം സഹീഹായ ഒരു അസർ തന്നെയാണിത്. അന്നഹു റഅ റജുലൻ ഇൻതഫള ലമ്മ സമിഅ ഹദീസൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സിഫാത്തി ഇസ്തിൻഖാറൻ ലിദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട അള്ളാഹുവിന്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹദീസ് പറയുന്നത് കേട്ടപ്പോൾ ഒരുവൻ അവന് പിന്തിരിഞ്ഞോടിക്കറന്നു. അതിനോടൊരു വെറുപ്പ് എന്നുള്ള രൂപത്തിൽ, ഇതൊന്നും എനിക്ക് കേൾക്കേണ്ടതില്ല, ഇതൊന്നൊരു ശരിയല്ല എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് അയാളുടെ ഇടയിൽ പറയപ്പെട്ടപ്പോൾ അയാൾ അത് പിന്തിരിഞ്ഞോടിക്കളഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഫറഖു ഹൗലായി. ഫറഖ് എന്ന് പറഞ്ഞാൽ ഖൗഫ്, ഭയപ്പാട് എന്നാണ് അർത്ഥം. എന്താണ് ഇവരുടെ ഒരു ഭയപ്പാട്? അല്ലെങ്കിൽ മാ ഫറഖ ഹൗലായി എന്നും ഇതിന് ലബ്തു കൊടുത്തിട്ടുണ്ട്, ഹർക്കത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവരിങ്ങനെ വേർതിരിക്കുന്നത്? യജിദൂന റിഖത്തൻ ഇൻദ മുഹ്കമിഹി. മുഹ്കമായ ഖുർആനിൽ മുഹ്കമായ നേർക്കുനേരെ എല്ലാവർക്കും മനസ്സിലാകുന്ന ആയത്തുകളുണ്ടല്ലോ, അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഒരു സോഫ്റ്റ് ഉണ്ട്, പക്ഷെ ഒരു നൈർമല്യമുണ്ട്. വയഹ്ലികൂന ഇൻദ മുതശാബിഹി. ഇങ്ങനെ മുതശാബിഹായ ഈ രൂപത്തിലുള്ള വ്യക്തത കൂടുതലില്ലാത്ത, പണ്ഡിതന്മാരോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കേണ്ട, അഹ്ലുൽ ഇൽമിനോട് ചോദിച്ചു തന്നെ മനസ്സിലാക്കേണ്ട വിഷയം വരുമ്പോൾ അതിൽ തിരിഞ്ഞാളെയാണ്, അതിലവർ നശിക്കുകയാണ്. എന്താണ് ജനങ്ങൾക്ക് പറ്റിപ്പോകുന്നത്? എന്താണ് ഇവരിങ്ങനെ? എന്തുകൊണ്ട് മുഹ്കമായ ആയത്തുകൾ അതുപോലെ വിശ്വസിക്കുന്നത് പോലെ മുതശാബിഹായ ആയത്തുകളും പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കി അതുപോലെ അവർ വിശ്വസിക്കുന്നില്ല? അതായത് അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് സംസാരിക്കുന്നത് അത് തെറ്റല്ല, മറിച്ച് നേരത്തെ അസറും കൂടി ഉൾപ്പെടുത്തി അത് മനസ്സിലാക്കുക. അത് പറയുന്ന സമയത്ത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം, അതിന്റെ ആഴപ്പരപ്പിലേക്ക് ഇറങ്ങിക്കൊണ്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായ വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി ആളുകളെ അങ്കലാപ്പിലാക്കുക, ഒന്നും തിരിയാത്തൊരവസ്ഥയിലാക്കുക പാടില്ല എന്നതാണ്. ഇവിടെ അസ്മാഉ സിഫാത്തിലാണ് നമ്മൾ പറഞ്ഞതെങ്കിലും അതിന്റെ ഏതൊരു വിഷയത്തിനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വിശദീകരിക്കുന്ന സമയത്ത് അത് പറയുന്ന സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കി അതിൽ കൂടുതൽ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ അത് പറയുകയും അത് പറയാതിരിക്കുന്നതിലാണ് കൂടുതൽ മസ്ലഹത്ത് എന്നത് പ്രത്യേകിച്ചും നമുക്കറിയാത്ത വിഷയമാണെങ്കിൽ പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളത് വളരെയധികം ഉപകാരം ചെയ്യും എന്നാണ്. അത് ഖുർആനിൽ നമുക്കറിയാത്തതായി, അതായത് ഖുർആനിൽ അർത്ഥം അറിയാത്തതായി കാര്യങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് വിശ്വാസമാണത്. ഖുർആനിന്റെ അർത്ഥം അല്ലാഹു തആല എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. തീർച്ചയായും ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി നൽകിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഷയും അതിന്റെ തഫ്സീറും അതിന്റെ പാരായണവും ഒക്കെ അല്ലാഹു തആല എളുപ്പമാക്കി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ചില ആളുകൾ അവർ പറയും ഖുർആനൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, ഖുർആന് ബാത്തിനായ അർത്ഥമുണ്ട്, നമുക്കിങ്ങനെ ലാഹിറായ അർത്ഥം വെച്ചിട്ട് നിങ്ങൾ തഫ്സീർ നോക്കിയിട്ടും അല്ലെങ്കിൽ അതിന്റെ അർത്ഥം പരിഭാഷപ്പെടുത്തിയിട്ടൊന്നും അതും വായിച്ചിട്ടൊന്നും കാര്യമില്ല, അതിനൊരു ബാത്തിനായ അർത്ഥമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളുകളെ പഴപ്പിക്കുന്ന ത്വരീഖത്തിന്റെ ശൈഖന്മാരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മുഹ്കം മുതശാബിഹ് വെച്ചിട്ടുള്ളത് ശരിയാണ്. മുഹ്കം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനും ജിന്നവർഗത്തെയും അള്ളാഹു എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ പടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. വഅബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികു ബിഹി ഷൈഅ, ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനുഷ്യരത് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കണം. അല്ലാഹു തആല അത് വ്യക്തമായി മനസ്സിലാക്കാത്ത രൂപത്തിൽ അത് പണ്ഡിതന്മാരോട് മാത്രം ചോദിച്ച് മനസ്സിലാക്കേണ്ടതായ രൂപത്തിൽ ഖുർആനിലും വെച്ചിട്ടുണ്ട്, സ്വഹീഹായ ഹദീസിലും വെച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അസ്മാഉ സിഫാത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റു വിഷയങ്ങളായാലും തള്ളിക്കളയുക എന്നുള്ളതല്ല, മറിച്ച് അതിന്റെ സ്വീകാര്യത ഉറപ്പുവരുത്തിയാൽ അതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം പണ്ഡിതന്മാരിലേക്ക് മടക്കി ചോദിച്ച് അത് അതുപോലെ ഉൾക്കൊള്ളുക എന്നതുകൂടിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഈ അസറിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവസാനമായി കൊടുത്തത് ഒരു ആയത്തിന്റെ സബബ് നുസൂലുമായി ബന്ധപ്പെട്ട് അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വലമ്മ സമിഅത് ഖുറൈശുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുർ റഹ്മാൻ അൻകറു ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർ റഹ്മാൻ, ഇത് നേരത്തെ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ അർ റഹ്മാൻ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കുന്നത് കണ്ടപ്പോൾ അൻകറു ദാലിക്, അവരതിനെ നിഷേധിച്ച് തള്ളി. ഫഅൻസലല്ലാഹു തആല ഫീഹിം വഹും യക്ഫുറൂന ബിർ റഹ്മാൻ. നമ്മൾ ആദ്യം പറഞ്ഞ ആയത്ത് അവർ റഹ്മാൻ എന്നതിനെ തൊട്ട് നിഷേധിക്കുന്നു എന്നാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സബബു നുസൂല് ഇങ്ങനെയാണ്, ഇത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ടതാണ് എന്നതിനെ കുറിച്ച് പല പണ്ഡിതന്മാരും
അത് അതിന്റെ സ്വീകാര്യതയിൽ സംശയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ആയത്ത് നമുക്കറിയാം, നേരത്തെ വന്നതാണ് ആയത്ത് വഹും യക്ഫുറൂന ബിർറഹ്മാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ വഹദാനിയത്തിനെയും അതുപോലെ അള്ളാഹുവിന്റെ അർ റഹ്മാൻ എന്നുള്ള നാമത്തെയും നിഷേധിക്കുന്നു എന്ന കാര്യം അത് സ്ഥിരപ്പെട്ട കാര്യമാണ്, അറിയപ്പെട്ട കാര്യമാണ്. ഇതാണ് സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ ഉള്ളത്. ഇത് അസ്മാ വ സിഫാത്തുമായി ബന്ധപ്പെട്ട വിശദമായൊരു പഠനമല്ല, മറിച്ച് തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം മനസ്സിലാക്കുന്ന ഓരോരുത്തരും അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ അതുപോലെ വിശ്വസിക്കൽ അനിവാര്യമാണ്. അത് അതിനെ അറിയിക്കുന്നുണ്ട് എന്ന കാര്യം അറിയിക്കാൻ വേണ്ടി, തൗഹീദിന്റെ താല്പര്യം അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ഇതിനിടയിൽ അധ്യായമായി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് വളരെയധികം ഇങ്ങോട്ടാണ് 40-ാമത്തെ അധ്യായത്തിലൊക്കെയാണ് അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അടുത്ത അധ്യായം ബാബു ഖൗലില്ലാഹി തആല യഅരിഫൂന നിഅമതല്ലാഹി സുമ്മ യുൻകിറൂനഹ വഅക്സറുഹുമുൽ കാഫിറൂൻ. നേരത്തെ കണ്ടതുപോലെ ഒരു ആയത്താണ് അദ്ദേഹം തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. സൂറത്തു നഹലിലെ ഒരായത്താണ്. യഅരിഫൂന നിഅമതല്ലാഹ്, അവർ അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സുമ്മ യുൻകിറൂനഹ, പിന്നീട് അവർ അത് നിഷേധിക്കുകയാണ്. വഅക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധിക പേരും നിഷേധികളാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഈ അധ്യായം സഹോദരങ്ങളെ, ഇതിന്റെ ബന്ധം തൗഹീദുമായിട്ടുള്ള ബന്ധം നമ്മൾ നോക്കിയാൽ തൗഹീദുമായി വളരെയധികം ബന്ധമുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമുക്ക് അനുഗ്രഹദാതാവായിട്ടുള്ളത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്കുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. എന്തെല്ലാം ദോഷങ്ങളെ തൊട്ട് നാം രക്ഷപ്പെട്ടുവോ ആ ദോഷങ്ങളെല്ലാം നമ്മളിൽ നിന്നും തട്ടിക്കളഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നൊരു വിശ്വസിക്കുക എന്നുള്ളത് അവന്റെ തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കിതാബു തൗഹീദിൽ അള്ളാഹുവിന്റെ നിഅമത്തിനെ നിഷേധിക്കുക, അനുഗ്രഹത്തെ നിഷേധിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അധ്യായം തന്നെയാണ്. കാരണം ജനങ്ങളിൽ പലപ്പോഴും ഇതിനെതിരായിട്ടുള്ള വിശ്വാസങ്ങളും ചിലപ്പോൾ സംസാരങ്ങളാണ് അധികവും ഉണ്ടാകാറുണ്ട് എന്നതുകൊണ്ടാണ് അദ്ദേഹം ഇത് പ്രത്യേകമായി കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹമുണ്ടോ അത് അല്ലാഹുവിൽ നിന്നാണ്. വഇൻ തഉദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹ, നിങ്ങളുടെ നിഅമത്തുകൾ നിങ്ങൾ അത് എണ്ണിത്തിട്ടപ്പെടുത്താൻ നോക്കിയാൽ അതിന് സാധിക്കുകയില്ല. വദ്കുറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു തആല പറഞ്ഞതാണ്, നിങ്ങൾക്ക് അല്ലാഹു ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകൾ നിങ്ങൾ സംസാരിക്കുക, ആളുകളോട് പറയുക, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അത് പറയുക എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ശുക്റുകൾക്ക് നിർബന്ധമായ കാര്യമാണ് നമ്മൾ അതിന്, ഈ നിഅമത്തുകൾക്ക് നിർബന്ധമായ കാര്യമാണ് അതിന് ശുക്രു നിഅമ, ആ നിഅമത്തുകൾക്ക് നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നുള്ളത്. അത് നമ്മുടെ നാവ് കൊണ്ടുവേണം, അതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ടുവേണം, നമ്മുടെ അമലുകളിലൂടെയും നമുക്കത് കാണിച്ചു കൊടുക്കണം. അതാണ് നിഅമത്തുകൾക്ക് ശുക്ർ കാണിക്കേണ്ട 3 രൂപം. ഒന്ന് നാവ് കൊണ്ടാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ്, നാവ് കൊണ്ട് നല്ലത് മാത്രം പറഞ്ഞ് അള്ളാഹുവിന്റെ നിഅമത്തുകൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഹൃദയത്തിൽ അത് അള്ളാഹുവിനോടുള്ള നിഅമത്തുകൾ കാരണത്താൽ അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം. അള്ളാഹുവിന്റെ സ്നേഹം, ഹുബ്ബ് ഒരാൾക്ക് നന്നായി വർദ്ധിക്കണം. അതുപോലെ അവന്റെ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അള്ളാഹു അനുഗ്രഹമായി തന്ന അവന്റെ ശരീരാവയവങ്ങൾ കൊണ്ട്, അവന്റെ മറ്റു നിഅമത്തുകൾ കൊണ്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ചുരുക്കം. ഇനി സഹോദരങ്ങളെ, ആ തൗഹീദിന്റെ അനിവാര്യതയിൽപ്പെട്ട കാര്യം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിഅമത്തുകൾ ചില സബബുകളിലൂടെയാണ് നമുക്ക് നൽകുക. ചില വ്യക്തികളിലൂടെ നമുക്ക് ചില നിഅമത്തുകൾ നൽകും. ചില വ്യക്തികളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഅമത്തുകൾ നൽകും. ആ സമയത്ത് നമുക്ക് ബാധ്യതയായിട്ടുള്ളത് ആ വ്യക്തികൾക്കൂട് നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളതുണ്ട്. നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകിയത് എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ നമുക്ക് ആ അനുഗ്രഹം ചെയ്തു തന്ന വ്യക്തികളോട് നമ്മളും തിരിച്ച് ശുക്ർ ചെയ്യണം, നമ്മൾ അവരോട് നന്ദി കാണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ലാ യശ്കുറുൻ നാസ ലാ യശ്കുറുല്ലാഹ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടില്ല. ഒരാൾ ഇങ്ങോട്ട് നന്ദി കാണിച്ചാൽ അയാൾക്ക് അതിന് പകരമായി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്നൊക്കെ അയാളോടുള്ള നന്ദി കാണിക്കുന്നതിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, വമൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു, ആരെങ്കിലും നിങ്ങൾക്കൊരു നന്മ ചെയ്തു തന്നാൽ ഫകാഫിഊഹു, നിങ്ങൾ അതിന് പകരം ചെയ്തു കൊടുക്കണം. ഫഇൻ ലം തജിദൂ മാ തുകാഫിഊനഹു, അതിന് പകരം കൊടുക്കാനൊന്നും നിങ്ങളെടുത്തില്ല. ഫദ്ഉ ലഹു ഹത്താ തറൗ അന്നകും ഖദ് കാഫതുമൂഹു, അയാൾക്ക് അത് മതിയാവോളം, അതിന് പകരമായി എന്ന് തോന്നുന്നവോളം നീ അയാൾക്ക് കൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നിഅമത്തുകൾ
നൽകിയാൽ, ഒരു അനുഗ്രഹങ്ങൾ നൽകിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഒരു കാരണമാക്കിയതാണ്. സാമ്പത്തികമായ സഹായമാകട്ടെ, മറ്റെന്തെങ്കിലുമൊക്കെ സഹായമാകട്ടെ, ശാരീരികമായ സഹായമാകട്ടെ, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാരണക്കാരനിലൂടെ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്. അപ്പൊ അള്ളാഹുവിനാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് തിരിച്ചറിയേണ്ടത് ആദ്യം. അതോടൊപ്പം തന്നെ ഈ നൽകിയ വ്യക്തിക്ക്, അയാൾക്ക് നമുക്ക് സാധിക്കാവുന്ന രൂപത്തിൽ പകരം നമ്മൾ നന്മകൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു തരത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിഷേധിക്കുന്നതിനോടൊപ്പമാകും. കാരണം ലാ യശ്കുറുന്നാസ് ലാ യശ്കുറുല്ലാഹ് എന്നാണ് പറഞ്ഞത്. ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോടാണ് നന്ദി കാണിക്കാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിഷേധിക്കുക എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ മനുഷ്യൻ അത് അവന്റെ ഖൽബ് കൊണ്ട് ഉണ്ടാവാറുണ്ട്. അതാണ് ഏറ്റവും അപകടം പിടിച്ച കാര്യം. കുഫ്റുൻ അക്ബറാണത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു അനുഗ്രഹം നൽകിയാൽ അവൻ വിശ്വസിക്കുന്നത് ഇത് വേറൊരാളാണ്, വേറൊരു പടപ്പാണ് നൽകിയത് എന്നാണ് വിശ്വസിക്കുന്നത് എങ്കിൽ അത് കുഫ്റുൻ അക്ബറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹു തആല, ഇതൊക്കെ മനുഷ്യന്മാരിലുള്ള കാര്യം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുവന് ഒരു കുഞ്ഞിനെ നൽകുകയാണ്. ഒരു കുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമായി നൽകിയതാണ്. അള്ളാഹുവിനല്ലാതെ നൽകാൻ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. പക്ഷേ ഈ നന്ദിയില്ലാത്ത വ്യക്തി ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന ദർഗയിൽ പോയത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്, ആ ദർഗയിലുള്ള ആ ഷെയ്ഖിന്റെ ആ ഒരു ഇത് നോക്കിയാട്ടെ, അവിടെ പോയപ്പോൾ എനിക്ക് കുട്ടിയെ കിട്ടി എന്ന് പറയുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അത് കേവലം നാവ് കൊണ്ട് മാത്രം പറയുന്നതല്ല, അങ്ങനെ ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്നിട്ട് വേറൊരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ കിട്ടണമെങ്കിൽ ഇന്ന ദർഗയിൽ പോയിക്കോളൂ, ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു ഡോക്ടറെ അടുത്തേക്ക് പോയിക്കോളൂ എന്നാണെങ്കിൽ അതൊരു നാവിന്റെ ഒരു പ്രശ്നം വരുള്ളൂ. ആ ഡോക്ടറെ അടുത്ത് പോയത് നന്നായി എന്ന് പറയുമ്പോൾ അതും കുഫ്റുൻ നിയമയാണ്. അള്ളാഹുവാണ് അപ്പോഴും നൽകിയത്. അവനൊരിക്കലും ഡോക്ടറാണ് കുട്ടിയെ നൽകിയ എന്നുള്ളത് വിശ്വാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡോക്ടറുടെ കഴിവ് പറയുന്നത് മതിമറന്നിട്ട് അള്ളാഹുലേക്ക് ചേർക്കേണ്ടത് ഡോക്ടറിലേക്ക് ചേർക്കുകയാണ്. അത് നാവിലുണ്ടാകുന്ന കുഫറാണ്, അതും പാടില്ലാത്തതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ അപകടം ഈ പറഞ്ഞ കുഫ്റുൻ അക്ബറാകുന്നത് ഈ വ്യക്തിയാണത് ചെയ്തു തന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നൽകിയിട്ടും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ഉറുക്ക്, ചെറിയൊരു പച്ചക്കരട്, അത് ബൈക്കിന്മേലോ കാറിന്മേലോ ഒക്കെ തൂക്കിയിട്ടിട്ട് ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഷെയ്ഖിന്റെ ദർഗയിൽ പോയി കെട്ടിയോണ്ട് രക്ഷപ്പെട്ടു എന്ന് നാവുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. കുഫ്റുൻ അക്ബറായ കാര്യമാണ്. കാരണം ഏതൊരു നിഅമത്തും നിങ്ങൾക്ക് നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിച്ചതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കാത്തത് മാത്രമാണ് സംഭവിക്കാതിരുന്നത് എന്നുള്ളത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത് ഖൽബ് കൊണ്ടുണ്ടാകുന്ന കുഫറാണ്. ഇതാണ് ഏറ്റവും അപകടം പിടിച്ചത്. രണ്ടാമത്തത് നാവ് കൊണ്ടുണ്ടാകുന്നതാണ്. ഇത് കുഫ്റുൻ അസ്ഗറാണ്. ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല, പക്ഷേ വളരെ ഗുരുതരമായ കാര്യമാണത്. അതായത് ഒരാൾ വിശ്വസിക്കുന്നത് അള്ളാഹു തന്നെയാണ് നിഅമത്ത് നൽകിയത് എന്നാണ്. പക്ഷേ മതിമറന്നിട്ട് ആ സബബ് അള്ളാഹു ആരിലൂടെയാണ് ഉണ്ടാക്കിയത് അയാളുടെ പേര് പറയുക. ഉദാഹരണത്തിന്, ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ഡ്രൈവർ നല്ല കഴിവുള്ള വ്യക്തിയാവും. ഇയാൾ പറയും, ആ ഡ്രൈവറുടെ ആ ഒരു മികവ് കാരണം നമ്മൾ രക്ഷപ്പെട്ടു, ആ ഡ്രൈവർ ആയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നതുപോലെയുള്ള സംസാരം ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അങ്ങനെ കാരണങ്ങൾ ഒരിക്കലും അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് നമ്മൾ പറയാൻ പാടില്ല. അത് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് പല രൂപത്തിലുണ്ട്. ഒന്ന് ഈ നേർക്കുനേരെ പറയുക എന്നുള്ളത് അത് കുഫ്റുൻ അസ്ഗറാണ്. ഇനി ചില സമയത്ത് അവർ പറയും അള്ളാഹും ഡ്രൈവറും ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയും. അള്ളാഹും ഡ്രൈവറും രണ്ടുപേരെയും ഒരുമിച്ചാണ് പറയുന്നത്. ഒരിക്കലും പാടില്ല. അള്ളാഹുവിനെ പോലെ മറ്റൊരാളെ തസ്വിയത്ത് നടത്തുക, അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹും ഡ്രൈവറും ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതും അങ്ങനെ പറയാൻ പാടില്ല. അതും കുഫ്റുൻ അക്ബർ തന്നെ, അതും കുഫ്റുൻ അസ്ഗർ തന്നെയാണ്. അതും കുഫ്റുൻ അസ്ഗർ തന്നെയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ഏത് രൂപത്തിൽ പറയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അനുഗ്രഹം കാരണത്താൽ അള്ളാഹു ഇയാളിലൂടെ നമുക്ക് രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കഴിഞ്ഞാൽ ഇയാളുടെ വലിയൊരു മികവ് അത് നമുക്ക് വലിയ രക്ഷപ്പെടാൻ കാരണമായി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരാമർശിച്ചിട്ട് പിന്നെ ഇയാൾ ചെയ്ത ഇയാളുടെ ആ ഒരു മികവ് അത് പറയുകയാണെങ്കിൽ അത് ജായിസാണ്. അത് ജായിസാണ്. അതല്ലാതെ നമ്മൾ വിശ്വസിക്കുന്നത് അള്ളാഹുവാണ് ചെയ്തു തന്നത് വിശ്വസിച്ചാലും നാവ് കൊണ്ട് പറയുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഏതായാലും എന്നാ ഡോക്ടറെ അടുത്ത് പോയി രക്ഷപ്പെടും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വേറെ എവിടെയും കൊണ്ടുപോകണ്ട, എന്നടുത്ത് പോയി രക്ഷപ്പെടും. ആര് പറഞ്ഞു? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അശ്ശാഫി. അള്ളാഹു അൻത അശ്ശാഫി, അള്ളാഹു നീയാണ് അശ്ശാഫി. അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇന്ന ഡോക്ടർ ഇന്ന മരുന്ന് നൽകിയപ്പോൾ ഇന്ന വ്യക്തിക്ക് സുഖപ്പെട്ടത്. അള്ളാഹു അറിയാതെ ഈ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചതല്ല. അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട് മാത്രം ഇതേ ഗുളിക കുടിച്ച് ഇതേ ഡോക്ടർ ചികിത്സിച്ച്
ഒരു അസുഖവും മാറാത്ത എത്രയോ രോഗികളുണ്ടാകും, നമുക്കറിയില്ല, എത്രയോ രോഗികളുണ്ടാകും. ഇനി എല്ലാവരും മാറിയാൽ തന്നെ എല്ലാവരും മാറ്റിയതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാത്രമാണ്. നമ്മൾ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം, അത് ഒരു തരത്തിലുള്ള കുഫ്റു നിഅമയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനോടുള്ള നന്ദി കേടാണ്. ഒരാൾ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും അയാൾ വളരെ ഗുരുതരമായ വാക്കാണ് ആ സംസാരിച്ചത്. ആ രൂപത്തിൽ സംസാരിക്കാതെ അള്ളാഹുലേക്ക് അനുഗ്രഹം ചേർത്തി പറഞ്ഞ് നമ്മൾ പറയുക. അള്ളാഹുലേക്ക് അനുഗ്രഹം ചേർത്ത്, പ്രത്യേകിച്ചും ഒരു അനുഗ്രഹം ഒരാളിലേക്ക് ചേർത്തി പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതല്ലാത്ത ചില സമയത്ത് നമ്മൾ ചില കാരണങ്ങൾ പറയാറുണ്ട്. അത് സാധാരണ ഒരു വർത്താനം പറയലാണ്, അതിലൊരു ചേർത്തി പറയുന്ന രൂപമില്ല. നമ്മൾ പറയാം ഹെൽമെറ്റ് ഇട്ടതിനെ വീണാലൊന്നും പറ്റൂല എന്ന് പറയുന്നത് നമ്മളൊരു അനുഗ്രഹമൊന്നും ചേർത്തി പറയുന്നില്ല. അനുഗ്രഹം ചേർത്തി പറയുന്ന സംഭവിച്ചതിന് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് വേറെ. ഒരാൾ പറയാണ് ഒരു അപകടം നടത്തിയപ്പോൾ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ല, ഹെൽമെറ്റ് ഇട്ട് എത്രയോ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. ഹെൽമെറ്റ് ഇട്ടുകൊണ്ടൊന്നല്ല രക്ഷപ്പെട്ടത്, അള്ളാഹു തആല രക്ഷപ്പെടുത്തിയതാണ്. ഹെൽമെറ്റ് ഇട്ടത് ഒരു കാരണമായി എന്ന് പറയാം. പക്ഷെ നമ്മളൊരു ഇഖ്ബാർ പറയും, ഒരു കാര്യം പറയാം, ഹെൽമെറ്റ് ഇട്ടത് നല്ലതാണ്, പെട്ടെന്ന് വീണാലൊക്കെ രക്ഷപ്പെടും എന്ന് പറയുന്നത് ഒരു ഇഖ്ബാർ, ഒരു വാർത്ത മാത്രമാണ്. നമ്മൾ അതിലേക്ക് ചേർത്തി പറയുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് തെറ്റില്ല. അത് രണ്ടും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. അങ്ങനെയുള്ള നമ്മൾ ചില കാര്യങ്ങൾ പറയും, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ പറയാണ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ രോഗം പകരുന്നത് കുറയും എന്നൊരാൾ പറയുന്നത് ഒരു സാധാരണ ഇഖ്ബാറാണ്. രോഗം വരാതെ വാക്സിൻ സ്വീകരിച്ചുകൊണ്ട് എനിക്ക് രോഗം വന്നില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. അള്ളാഹു ഉദ്ദേശിച്ചതുകൊണ്ട് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ടും രണ്ടാണ്. ഒരു കാര്യം അതിലേക്ക് ചേർത്തി പറയുന്ന, ഒന്നിൽ ചേർത്തി പറയുന്നതും അതിനെക്കുറിച്ചൊരു ഖബർ പറയുന്നതും രണ്ടും രണ്ടാണ്. അത് രണ്ടും രണ്ടായി മനസ്സിലാക്കുക. അതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ബാബു ഖൗലില്ലാഹി തആല, ഇതിന്റെ അധ്യായത്തിൽ യഅരിഫൂന നിഅമത്തല്ലാഹ്, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളെ കുറിച്ച് മനസ്സിലാക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇവർക്ക് ഈ പറയുന്ന ആളുകൾ, മക്ക മുശ്രിക്കുകളെ കുറിച്ചിട്ടാണ് ഈ ആയത്ത് വന്നിട്ടുള്ളത്. അവർ അള്ളാഹുവിന്റെ നിയമത്തുകളൊക്കെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആരാണ് ആകാശങ്ങളെ പടച്ചതെന്ന്, മഴ പെയ്യിക്കുന്നതെന്ന്, അതുപോലെ സസ്യലതാദികൾ മുളപ്പിക്കുന്നതെന്ന് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അള്ളാഹു ആണെന്ന് അറിയാം. അതാണ് പറഞ്ഞത് യഅരിഫൂന നിഅമത്തല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളൊക്കെ ശരിക്കും മനസ്സുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുമ്മ യുൻകിറൂനഹ, പക്ഷെ പിന്നീട് അവരിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? അതിനെ നിഷേധിക്കുന്ന രൂപത്തിലാണ്. അവർ പല കാര്യങ്ങളും അവരുടെ ആലിഹത്തുകളിലേക്ക്, ആരാധ്യ വസ്തുക്കളിലേക്ക് ചേർത്തി പറയുന്നത് കാണാൻ സാധിക്കും. അതിനുശേഷം ഇനി പറയുന്നുണ്ട്, ഞങ്ങളുടെ ശുപാർശകരാണ് രക്ഷപ്പെടുത്തിയത് എന്ന രൂപത്തിൽ അവർ പറയും. അവരാണ് അതിന്റെ ആളുകൾ എന്നുള്ള മനസ്സുകൊണ്ടും അവർ വിശ്വസിക്കും, നാവുകൊണ്ടും അവർ പറയും. അപ്പൊ അങ്ങനെയുള്ള കുഫ്റുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞത് സുമ്മ യുൻകിറൂനഹ വ അക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധികം ആളുകളും നിഷേധികളാണ് എന്ന് പറയും. എന്താണ് അവരിൽ അധികം ആളുകൾ നിഷേധികളാണ് എന്ന് പറയുന്നത്? ഈ ആയത്ത് ശരിക്കും ചിന്തിക്കണം. നമ്മൾ ചില കാര്യങ്ങൾ അക്സറുഹുമുൽ കാഫിറൂൻ, ഇവിടെ കാഫിര്യങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. യഅരിഫൂന നിഅമത്തല്ലാഹ് സുമ്മ യുൻകിറൂനഹ, അവർ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും പിന്നെ അത് നിഷേധിക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് അവരിൽ അധികം ആളുകളും കാഫിറുകൾ എല്ലാവരും കാഫിറുകളല്ലേ? എന്താണ് അവരിൽ അധികം ആളുകളും കാഫിറുകളാണെന്ന് പറഞ്ഞത്? അവിടെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കുഫ്ർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് കുഫ്ർ ജുഹദ് ഉണ്ട്, ഒന്ന് കുഫ്ർ തക്ദീബ് ഉണ്ട്. കുഫ്ർ ജുഹദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുഫ്ർ ജുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് മനസ്സിലാക്കിയിട്ട് അതിനെ നിഷേധിക്കുന്നവരാണ്. അത് മനസ്സിലുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖാണ്, സത്യസന്ധനാണെന്ന് മക്കയിലെ ഭൂരിഭാഗം പേർക്കും അറിയാം. അവരെ കുറിച്ചിട്ടാണ് ഈ പറഞ്ഞത്. ഭൂരിഭാഗം പേർക്കും അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും ഇന്ന് വരെ ഒരു കളവ് വന്നിട്ടില്ല. അതുകൊണ്ടാണ് അവർ അൽ-അമീൻ എന്ന് വിളിച്ചത്. അൽ-അമീൻ എന്നവർ വിളിച്ചത് വിശ്വസ്തനായതുകൊണ്ടാണ്. പിന്നീട് അവർക്കത് സ്വീകരിക്കാൻ പറ്റാ, അതെല്ലാം ഉൾക്കൊണ്ടിട്ട് നിഷേധിക്കാം. അവർക്ക് അവരുടെ ആ ഒരു കാരണവന്മാരുടെ ദീനിന്ന് വിട്ടുപോരാൻ സാധിക്കുന്നില്ല. അബ്ദുൽ മുത്തലിബിന്റെ ദീനിൽ നിന്ന് വിടാൻ അബൂ താലിബിന് പോലും സാധിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും പ്രശ്നമാണ്. ഇത് കാരണത്താൽ മനസ്സിലാക്കിയ കാര്യത്തെ അവർ നിഷേധിക്കുന്നതാണ്. അതാണ് അള്ളാഹു താല പറഞ്ഞത് അക്സറുഹുമുൽ കാഫിറൂൻ, അവരിൽ അധിക പേരും ഈ ഒരു രൂപത്തിൽ നിഷേധ സ്വഭാവികൾ. എന്നാൽ പച്ചക്ക് നിഷേധിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും കളവാക്കുന്നവരാണ്. പക്ഷെ ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയതിനു ശേഷം നിഷേധിക്കുന്നവരാണ്. അവരെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അക്സറുഹും എന്ന് പറഞ്ഞത്. അക്സറു ഖുറൈശിൻ അല്ലദീന ജഹദു, അത് നിഷേധിച്ച ഈ ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ മുശ്രിക്കുകൾ എല്ലാവരും മുശ്രിക്കുകളാണ് എന്നല്ല പറഞ്ഞത്. മുശ്രിക്കുകളിൽ ചിലർ മുശ്രിക്കുകളാണെന്നല്ല, അധിക പേർ മുശ്രിക്കുകളാണെന്നല്ല പറഞ്ഞത്. മറിച്ച് മുശ്രിക്കുകളിൽ അധിക പേരും ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിഷേധിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ തീർത്തും തള്ളിക്കളയുന്നവരാണ് എന്നാണ് പറഞ്ഞത്. മാ മഅനാഹു, ഇതുമായി ബന്ധപ്പെട്ട് കുഫ്ർ നിയമയുമായി ബന്ധപ്പെട്ട് നിഅമത്തുകളെ നിഷേധിച്ച് തള്ളുന്നതുമായി ബന്ധപ്പെട്ട് മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു ജരീർ അദ്ദേഹത്തിന് തഫ്സീറിൽ കൊടുത്തിട്ടുള്ളതാണ്.
എന്താണത് അദ്ദേഹം പറഞ്ഞത്? ഹുവ ഖൗലുർ റജുൽ, അതായത് ഇതെന്ന് പറയുന്നത്, ഇങ്ങനെ നിഅമത്തുകളെ നിഷേധിക്കുക എന്ന് പറയുന്നത് മക്കയിലെ മുശ്രിക്കുകളുടെ ഒരാളുടെ വർത്താനം പോലെയാണ്. അവൻ പറയുന്നു ഹാദാ മാലി വരിസ്തുഹു അൻ ആബായി, ഇതെന്റെ സമ്പത്താണ്, ഇത് എന്റെ ഉപ്പയുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ നിന്നുമൊക്കെ ഞാൻ അനന്തരം എടുത്തിട്ടുള്ളതാണ് എന്ന് അവർ പറയും. അതായത് ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്താണ് എന്ന് പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ആ അനുഗ്രഹത്തെ ചേർത്തി പറയാതെ ഇതൊക്കെ എന്റെ സമ്പത്താണ്, എന്റെ കുടുംബ സ്വത്തായിട്ട് എനിക്ക് കിട്ടിയതാണ് എന്ന രൂപത്തിൽ ഒരുവൻ പറയുന്നത് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് അള്ളാഹുവിന്റെ നിഅമത്തുകളെ മനസ്സിലാക്കിയിട്ട് നാവ് കൊണ്ടുള്ള, ഒരുപക്ഷെ അവൻ ഒരിക്കലും എന്തു വിശ്വസിക്കുന്നില്ല, ഇത് ഉപ്പയാണ് ഈ സമ്പത്ത് ഉണ്ടാക്കിയതെന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ നാവ് കൊണ്ട് അള്ളാഹു നൽകി എന്ന് പറയുന്നതിന് പകരം, ഹംദ് അള്ളാഹുലേക്ക് പറയുന്നതിന് പകരം ഇതിന്റെയൊക്കെ കാരണം അവൻ ആരിലേക്ക് ചേർക്കുകയാണ്? വിശ്വാസമില്ലാതെ തന്നെ നാവ് കൊണ്ട് അവൻ ആരിലേക്ക് ചേർക്കുകയാണ്? അവന്റെ കാരണവന്മാരിലേക്ക് ചേർക്കുകയാണ്. എന്നാൽ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത് രണ്ടിനും സാധ്യതയുണ്ട്. അവർ പൂർണ്ണമായി മനസ്സുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കിട്ടുക എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നിഷേധിക്കാനും സാധ്യതയുണ്ട്. ഹൃദയം കൊണ്ടാണ് ഒരാൾ നിഷേധിച്ചതെങ്കിൽ കുഫ്റുൻ അക്ബർ ആണ്, നാവ് കൊണ്ട് മാത്രമാണ് ആണെങ്കിൽ അത് കുഫ്റുൻ അസ്ഗർ ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വഖാല ഔൻ ഇബ്നു അബ്ദുല്ലാഹ് യഖൂലൂൻ ലൗലാ ഫുലാനുൻ ലം യകുൻ കദാ വകദാ. ഔൻ ഇബ്നു അബ്ദുല്ല പറഞ്ഞു, അവർ പറയാറുണ്ട് ലൗലാ ഫുലാൻ, ഇന്ന ആളില്ലെങ്കിൽ ലം യകുൻ കദാ വകദാ, അത് ഇന്നാൽ ഇന്ന കാര്യമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. പൊതുവെ ആളുകൾ പറയുന്നത് ഇന്ന ആളുകളുണ്ടോണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇന്നാളില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന രൂപത്തിൽ ചേർത്തി പറയുന്നത് കാണാൻ സാധിക്കും. അല്ല, ഒരാളുണ്ടായിട്ട് ഒന്നും സംഭവിച്ചതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും അഭാവത്തിൽ എന്തെങ്കിലും സംഭവിക്കാത്തതുമല്ല. മറിച്ച് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്താൽ അങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷപ്പെടുത്തൽ കാരണത്താൽ നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടു. അല്ലാതെ ഒരാളിലേക്ക് ചേർത്തി പറയുക അത് പാടില്ല. മൂന്നാമതായി കൊടുത്തത്, ഇതാണ് ഏറ്റവും മോശപ്പെട്ടത് അവരിൽ നിന്നും വന്ന കാര്യം, മക്ക മുശ്രിക്കുകൾ പറഞ്ഞ കാര്യമാണ്. വഖാല ഇബ്നു ഖുതൈബ യഖൂലൂൻ, മക്ക മുശ്രിക്കുകൾ പറയുമായിരുന്നു ഹാദാ ബിശഫാഅത്തി ആലിഹത്തിന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ശുപാർശകരുടെ, നമ്മുടെ ആരാധ്യന്മാരുടെ ശുപാർശ കാരണത്താൽ രക്ഷപ്പെട്ടതാണ്. അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്തിനാണ്? വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഇവർ ഞങ്ങൾക്ക് ശുപാർശകരായി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കാറുണ്ട്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, ഒരു ഉപദ്രവവും ഇല്ലാത്ത ആളുകളോട് ഇവർ പ്രാർത്ഥിക്കും, ഇബാദത്ത് ചെയ്യും. വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശകരാണെന്ന് പറയും. എന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന വർത്താനാണിത്, ഹാദാ ബിശഫാഅത്തി ആലിഹത്തിന, ഞങ്ങളുടെ ഈ ഇലാഹുകൾ ലാത്ത ഉസ്സ മനാത്ത ഇവരുടെയൊക്കെ ശുപാർശ കാരണമാണ് രക്ഷപ്പെട്ടത്. അപ്പൊ ഇവർ പ്രാർത്ഥിച്ചത് അവർ കേട്ടു. അങ്ങനെ വിശ്വസിച്ചാലും അത് രക്ഷപ്പെടുന്ന കാര്യമല്ല. മുശ്രിക്കുകൾ അങ്ങനെ വിശ്വസിച്ചിട്ടുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ചത് ലാത്ത കേട്ടു, ഉസ്സ കേട്ടു, മനാത്ത കേട്ടു, അള്ളാഹിനോട് ശുപാർശ ചെയ്തു എന്നിട്ട് കിട്ടി എന്ന് പറയുന്നത് കുഫ്റുൻ അക്ബറാണ്. കാരണം ഒന്നാമത് അവർ പ്രാർത്ഥിക്കൽ തന്നെ ഷിർക്കാണ്, രണ്ടാമത് ഇവരാണ് ഇത് നടത്തി തന്നത് എന്ന വിശ്വാസവും ഷിർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പറയാണ് മമ്പുറത്ത് മക്കാമിൽ പോയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുകയും അതോടൊപ്പം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ 2 തവണ കുഫ്ർ ചെയ്തു. ഒന്ന് കൽബ് കൊണ്ടും ഒന്ന് നാവ് കൊണ്ടും. കൽബ് കൊണ്ട് ചെയ്ത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇത് പോകുന്ന കാര്യമാണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അവരോട് പ്രാർത്ഥിക്കുന്ന കാര്യം ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇനി അതിന് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് ഈ പറയുന്ന ഷിർക്കൊക്കെ ചെയ്തിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില ദുനിയാവിൽ അവന്റെ സുന്നത്തുകളുണ്ട്. ഏത് തെമ്മാടിക്കായാലും ഏത് കാഫിറിനായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ കൊടുക്കും. അത് അവന്റെ നന്മ കൊണ്ടല്ല. ഈ പറയുന്ന ഷിർക്കൊക്കെ പോയി ദർഗയിലൊക്കെ കയറി എല്ലാ കുഫറും ഷിർക്കും ഒക്കെ ചെയ്തിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു കുട്ടിയെ നൽകുന്ന സമയത്ത്, അത് പണ്ഡിതന്മാർ പറഞ്ഞ ചിലപ്പോൾ പരീക്ഷണമാണ്, നൽകുമ്പോൾ അത് ഈ പറയുന്ന ആളുകൾക്കാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം സ്വീകരിച്ചിട്ട് ഇയാളാണ് നൽകിയത്, ഇന്ന ദർഗയിൽ പോയത് കൊണ്ടാണ്, ഇന്ന സ്ഥലത്ത് പോയത് കൊണ്ടാണ് എന്ന് പറയുന്ന കടുത്ത ഷിർക്ക് പറയുന്നത് കാണാൻ സാധിക്കും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നാവ് കൊണ്ട് മാത്രമാണ് എങ്കിൽ അള്ളാഹു തന്നെയാണ് നൽകിയത്. പക്ഷെ നാവ് കൊണ്ട് മാത്രം ഒരാളിലേക്ക് ചേർത്ത് പറയുന്നതാണെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറായി തീരും. അതല്ല, മനസ്സുകൊണ്ട് തന്നെ അയാളാണ് ചെയ്തു തന്നത് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റുൻ അക്ബർ ആയിരിക്കും. അവസാനമായിട്ടൊരു അസർ കൊടുത്തിട്ടുണ്ട്. വഖാല അബുൽ അബ്ബാസ് ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കായിട്ടാണ് അദ്ദേഹം ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുത്തിട്ടുള്ളത്. ബഅദ ഹദീസി സെയ്ദ് ഇബ്നു ഖാലിദ് അല്ലദി ഫീഹി ഇന്നല്ലാഹ തആല
ഖാൽ അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ. നമ്മൾ നേരത്തെ കഴിഞ്ഞതാണ് അദ്ദേഹം പറയുന്നത്. അൽ ഹദീസ് വഖദ് തഖദ്ദം, നേരത്തെ കഴിഞ്ഞൊരു കാര്യമാണ്. എന്താണത്? മഴ പെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. സുബഹിക്ക് ശേഷം തിരിഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിർ. അതായത് അടിമകളിൽ രണ്ട് വിഭാഗമായി തീർന്നു. ചില ആളുകൾ മുഅ്മിനീങ്ങളായിട്ടുണ്ട്, ചില ആളുകൾ കാഫിരീങ്ങളായിട്ടുണ്ട്. മുഅ്മിനീങ്ങളായി ആരാണ്? മഴ അള്ളാഹു പെയ്തതാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ പെയ്തതാണ് എന്ന് പറഞ്ഞവരാണ്. മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി എന്ന് പറഞ്ഞവരാണ് മുഅ്മിനീങ്ങളായി എന്ന് പറഞ്ഞു. കാഫിരീങ്ങളായി പറഞ്ഞത് ഇന്ന നക്ഷത്രം കാരണത്താലാണ് മഴ പെയ്തത് എന്ന് പറഞ്ഞതാണ് എന്നുള്ള ആ ഒരു അസർ കൊടുത്തിട്ട് പറയാണ് വഹദാ കസീറുൻ ഫിൽ കിതാബി വസ്സുന്ന യദുമ്മു സുബ്ഹാനഹു മൻ യുദീഫു ഇൻആമഹു ഇലാ ഗൈരിഹി വയുശ്രികു ബിഹി. അദ്ദേഹം പറയുന്നത്, ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, കിതാബിലും സുന്നത്തിൽ ധാരാളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണത്. യദുമ്മു സുബ്ഹാൻ, അല്ലാഹു തആല ആക്ഷേപിച്ചു പറയുന്നു, മൻ യുദീഫു ഇൻആമഹു, അവന്റെ അനുഗ്രഹങ്ങളെ ചേർത്തി പറയുന്നവർ, ഇലാ ഗൈരിഹി, അവന് പുറമെയുള്ള ആളുകളിലേക്ക്, വയുശ്രികു ബിഹി, അങ്ങനെ അവന് പങ്കു ചേർക്കുന്ന കാര്യം അല്ലാഹു തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞു, ഹുവ കഖൗലിഹിം, അത് ഇങ്ങനെയുള്ള ചില വാക്കുകളാണ്. കാനത്ത് റീഹു ത്വയ്യിബ, കാറ്റ് നന്നായതുകൊണ്ടാണ്. വൽ മല്ലാഹു ഹാദിഖ, കപ്പിത്താൻ നല്ല കഴിവുള്ളവനായതുകൊണ്ടാണ്. വനഹ്വി ദാലിക മിമ്മാ ഹുവ ജാരിൻ അലാ അൽസിനത്തിൻ കസീറ ഇൻതഹ കലാമു. ഇത് ജനങ്ങളിൽ ധാരാളം ഇതുപോലത്തെ സംസാരം വരാറുണ്ട് എന്നാണ്. പഴയ കാലത്ത് ഇന്നൊക്കെ വരാറുള്ള കാര്യമാണ്. ഇത് എന്താണ് സംഭവം? ഒരു കപ്പൽ ആടിയോ അല്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ രക്ഷപ്പെടാറുണ്ട്, പിന്നീട് ശരിയാവാറുണ്ട്. ചില പ്രത്യേക കാലാവസ്ഥ വരുന്ന സമയത്ത് കപ്പൽ ആടിയോലെയും പിന്നീട് അത് ശരിയാവും. അപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, അത് കാറ്റ് നന്നായതുകൊണ്ട് രക്ഷപ്പെട്ടു, കാറ്റാണ് നമ്മളെ രക്ഷപ്പെടുത്തി, ഇങ്ങനെ ഒരു കാറ്റ് വന്നപ്പോൾ രക്ഷപ്പെട്ടു. അല്ല, ഇന്നും ആളുകൾ പറയാറുള്ളതാണ്, മഴക്ക് കാരണമായിട്ട് മറ്റു പല കാരണമായിട്ട് ഇന്നത് വന്നുകൊണ്ട് അങ്ങനെ കിട്ടിപ്പോയി, ഇന്നത് വന്നത് ഇതായത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ മല്ലാഹ് നന്നായതുകൊണ്ട് രക്ഷപ്പെട്ടു. മല്ലാഹ് എന്ന് പറഞ്ഞ കപ്പിത്താനാണ്. കപ്പലിൽ കടലിൽ മെൽഹാണ്, ഉപ്പാണ് കൂടുതൽ. കവൽ ബഹർ മാലിഹാണ്, കടലിൽ. അതുകൊണ്ടാണ് മല്ലാഹ് എന്നുള്ള ഉപ്പുമായി ബന്ധപ്പെട്ട പേര് വന്നത് എന്ന് പറഞ്ഞത് സാന്ദർഭികമായി പറയുക. അപ്പൊ ഇവിടെ അയാൾ കഴിവുള്ളവനാണ് എന്ന് നമുക്ക് പറഞ്ഞ് പ്രശംസിക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ അതെങ്ങനെ പറയണം? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇയാൾ നല്ലൊരു കപ്പിത്താൻ കൂടിയായിരുന്നു, ശേഷമാണ് നമ്മൾ പറയേണ്ടത്. അത് ഒരിക്കലും ഇയാളിലേക്ക് നേരെ ചേർത്തി പറയാനും പാടില്ല. അല്ലെങ്കിൽ അള്ളാഹും കപ്പിത്താനും കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന രൂപത്തിൽ ഒരുപോലെ ആക്കിക്കൊണ്ട് അങ്ങനെയും പറയാൻ പാടില്ല. മറിച്ച് അള്ളാഹു ആണ് രക്ഷപ്പെടുത്തിയത്, കപ്പിത്താന്റെ ഒരു ഇതിലൂടെ അള്ളാഹു നമ്മൾ രക്ഷപ്പെടുത്തിയെന്നോ അതുപോലെയുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ചേർത്തി പറയുന്ന ഒരു ലാഞ്ചനയും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ സംസാരിക്കാൻ പഠിക്കുക. മാത്രമല്ല അള്ളാഹു തആല പറഞ്ഞതുപോലെ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചാൽ ഫഹദ്ദിസ്, അത് നിങ്ങൾ സംസാരിക്കണം. എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടാൽ ആ സമയത്ത് നമ്മൾ ആളുകൾക്ക് അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി എന്ന രൂപത്തിൽ പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ നമ്മൾ പറയുകയാണ് വേണ്ടത്. അല്ലെ, ചിന്തിച്ചു നോക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മൾ രക്ഷപ്പെടുത്തിയത്. എന്നിട്ട് പിന്നെ നമ്മൾ നാവ് കൊണ്ടെങ്കിലും നമ്മൾ അത് വേറൊരാൾക്ക് ചേർത്തി പറയുക എന്ന് പറയുന്നത് എത്ര വലിയ കുഫറാണ്, എത്ര വലിയ തെറ്റാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുക. കാരണം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹൃദയത്തിൽ അള്ളാഹു തന്നെയാണ് ചെയ്തു തന്നതെന്ന് ഉറപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ പലപ്പോഴും സംസാരത്തിൽ ശ്രദ്ധിക്കാതെ വരും. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നന്നായി പഠിച്ചു മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.